സ്നേഹപൂർവ്വം എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ബാബു അബ്രഹാമിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ കമ്പിളികണ്ടത്തെ കൽഭരണികൾ. അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇത് പുസ്തകം അവലോകനം ചെയ്യുന്നത് ഷിനോജ് മഞ്ചേരി. അപ്പം വളരെ സ്നേഹത്തോടെ രണ്ടുപേരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളികൾ അടുത്തിടെ ഇത്രയും ഹൃദയമിടിപ്പോടെ നെഞ്ചോട് ചേർത്ത് വെച്ച് വായിച്ച ഒരു ഓർമ്മ പുസ്തകം വേറെയില്ല. കമ്പിളികണ്ടത്തെ കൽഭരണികൾ ബാബു അബ്രഹാമിൻ്റെ ആദ്യത്തെ രചനയാണ്. നന്ദികുന്നേൽ മേരിയുടെയും 4 മക്കളുടെയും ജീവിത സമരത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും അസാധാരണമായ അനുഭവ കഥ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 16-ാം തീയതി പ്രകാശിപ്പിക്കപ്പെട്ട പുസ്തകം 75 പതിപ്പുകൾ ഇതിനോടകം പ്രകാശിതമായി. കേരളത്തിന് പുറത്തുമുള്ള മലയാളികൾ മുഴുവൻ ഈ പുസ്തകം ചർച്ച ചെയ്തു. ജീവിതത്തെ ഇനി വരുന്ന കാലത്തെയൊക്കെ അഭിമുഖീകരിക്കാൻ ഇതേപോലെ ജീവിതത്തിൻ്റെ ദശാസന്ധികളിലൂടെ കടന്നു വന്നവർക്ക് ഇതൊരു പ്രചോദനമായി നിലനിൽക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മളിന്ന് ശ്രീ ബാബു എബ്രഹാമിനെ കേൾക്കും. പുസ്തകം വിലയിരുത്തും ഷിനോജ് മഞ്ചേരി. നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഒട്ടേറെ വേദികളിൽ ലോകമെമ്പാടും ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയതിന് ശേഷം. ശ്രീ ബാബു അബ്രഹാം നാട്ടിലുണ്ട്. അദ്ദേഹം വേറൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അദ്ദേഹം 1999 മുതൽ ഫ്രാൻസിലാണ് താമസിക്കുന്നത്. പാറത്തോട് സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം. പിന്നീട് മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ നിന്ന് PDC 1ാം റാങ്കിൽ പാസ്സായി. തുടർന്ന് ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് ഡിഗ്രി, ഡൽഹി ജാമിയ മിലിയ കേന്ദ്ര സർവകലാശാലയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ PG, അതിന് 3rd റാങ്കാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 99-ലാണ് അദ്ദേഹം ഫ്രാൻസിലെത്തുന്നത്. അവിടെ നിന്ന് MPhilഉം ഡോക്ടറേറ്റും നേടി. ഫ്രഞ്ച് ഭാഷയിലും സാഹിത്യത്തിലും അദ്ദേഹത്തിന് PG ഉണ്ട്. 2003 മുതൽ വിവിധ സർവകലാശാലകളിൽ അവിടെ അധ്യാപകനാണ്. മാനേജ്മെൻറ്റ് വിഭാഗത്തിൽ ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. സോഷ്യോളജിയിൽ ഗവേഷകൻ കൂടിയാണ്. ഈ കമ്പിളികണ്ടത്തെ കൽഭരണികൾ അമ്മയുടെ മരണം വരെയുള്ള ജീവിതമാണ് ഇതിലുള്ളത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വരുന്നുണ്ട്. അടുത്ത് തന്നെ ഇറങ്ങും. സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്നാണ് അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള പേര്. അപ്പോൾ ആദ്യം സംസാരിക്കുന്നത് പുസ്തകത്തെ വിലയിരുത്തി ഷിനോജ് മഞ്ചേരിയാണ്. പീറ്റർ സിനോജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വായന ഹരമാക്കിയയാൾ. 2001 മുതൽ 2018 വരെ ഗൾഫിൽ ജോലി ചെയ്തു. അവിടെ മാനവീയം തുടങ്ങിയ കലാ സംഘടനകളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ ഒരു മരുന്ന് കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. മഞ്ചേരിയിലെ സാംസ്കാരിക പരിപാടിയുടെ സംഘാടകരിൽ ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും ഞാൻ ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം പുസ്തകത്തെ വിലയിരുത്തി ഷിനോജ് മഞ്ചേരി സംസാരിക്കും. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ബാബു അബ്രഹാം സംസാരിക്കും. തുടർന്ന് നമുക്ക് അദ്ദേഹവുമായി നമ്മുടെ പുസ്തക വായനാനുഭവങ്ങൾ പങ്കുവെക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി നന്ദി പറയട്ടെ. ബാബു അബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം പരിചയപ്പെടുത്താന്, അല്ലെങ്കിൽ അതിന്റെ ഒരു അവലോകനത്തിൽ ലഭിക്കുന്ന എന്റെ 2ാമത്തെ അവസരമാണിത്. ആദ്യത്തെ അവസരം എനിക്ക് ഈ പുസ്തകത്തിന്റെ ഫസ്റ്റ് പ്രതി പുറത്തിറങ്ങിയപ്പോൾ, അതിന്റെ ശേഷം നമ്മുടെ കോട്ടയത്ത് വെച്ചായിരുന്നു അതിന്റെ പ്രകാശനവും കാര്യങ്ങളും. അതിന്റെ ശേഷം ഞങ്ങൾ നാട്ടില് ഈ ഒരു പുസ്തകത്തിന് ഇത് ഒരു ചർച്ച സംഘടിപ്പിക്കാം എന്നുള്ളതില് കലയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ പൂങ്കുടിയിൽ മന ഉണ്ട്. അവിടെ വെച്ച് ഞങ്ങൾ ഇതൊരു ഇത് സംഘടിപ്പിക്കുകയുണ്ടായി.
അപ്പൊ അതന്ന് ആദ്യത്തെയാണ്. അപ്പൊ ബാബുവിനെ പിന്നെ ആർക്കും പരിചയമില്ല. എനിക്ക് മാത്രമേ ബാബുവിനെ പരിചയമുള്ളൂ. ഇങ്ങനെ പിന്നെ ഒരാളുണ്ട്, പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള എന്റെ വാക്കിന്റെ വിശ്വാസത്തിന്റെ ബലത്തിലാണ് അവിടെ ആദ്യമായി ആ ഒരു പുസ്തകത്തെ പിന്നെ ചർച്ചയ്ക്ക് വെക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു സഹൃദരായ വേദി അവിടെ ഉണ്ടായി. ബാബു അവിടെ വരികയും പരിചയപ്പെടുകയും ചെയ്തു. അത്യാവശ്യം അന്ന് അവിടെ കുറച്ച് പുസ്തകങ്ങൾ വിറ്റുപോവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ അന്നത്തെ എന്റെ അവതരണവും ഇതിലൊക്കെ ഏറെ ബാബുവിന്റെ ആ ഒരു പ്രസംഗം അത്രയും ആൾക്കാരെ അവരങ്ങ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഒരുപാട് ആൾക്കാരത് വീണ്ടും വീണ്ടും പറയുകയുണ്ടായി ബാബുവിന്റെ ആ ഒരു പ്രസംഗം അത്ര. കാരണം ശരിക്കൊരു അന്ന് ആ കടന്നു വന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു 10% ആൾക്കാർ മാത്രമേ പുസ്തകം വായിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഫസ്റ്റ് ഇറങ്ങിയ പുസ്തകമല്ലേ, അതേമാതിരി ആദ്യ ഒരു എഴുത്തുകാരന്റെ പുസ്തകമാണ്. അപ്പൊ ആരും അങ്ങനെ അത് കണ്ടിട്ടില്ല. ഞാനായിരുന്നു മഞ്ചേരിയിൽ അതിന്റെ ഒരു പ്രൊമോട്ടർ, മറ്റാർക്കും അത് അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ എന്റെ എല്ലാം പിന്നെ ഞങ്ങളുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന വക്കീല്, നമ്മുടെ രാമേന്ദ്രൻ വക്കീൽ എന്ന് പറഞ്ഞ കലയുടെ സാരഥിയായിട്ടുണ്ടായിരുന്ന അദ്ദേഹമായിരുന്നു അതിന് മുൻകൈ എടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. വലിച്ചു നീട്ടുന്നതിൽ ആരും ഇത് പറയണ്ട. കാരണം ഇത് എന്റെ എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തില് ഒരു പുസ്തകം പിന്നെ എന്റെ കയ്യിലൂടെ വളർന്ന ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വേണമെങ്കിൽ പറയാം. കാരണം ബാബു പുസ്തകത്തിന്റെ ഒരു ചർച്ച, ഒരു പുസ്തകം ആക്കുന്ന ചർച്ചകൾ വരുന്ന ഒരു സമയം മുതൽ ഞങ്ങൾ രണ്ടുപേരും ഇത് ചർച്ചയുണ്ടായിരുന്നു. പലതും പല ഭാഗങ്ങളിലും ആരോട് ഇത് പുസ്തകം ആക്കണം എന്നുള്ളതല്ലേ. പക്ഷെ ഒരു ആളുടെ തലയിൽ എഴുതിയ ഒരു പിന്നെ ഒരു തലയിലെഴുത്ത് പോലെ ആ പുസ്തകം അത് മാതൃഭൂമിയുടെ കൈകളിലേക്ക് വരികയും അത് നമ്മുടെ അഷ്ടമൂർത്തി കുട്ടേട്ടന്റെ കയ്യിലൂടെ അത് എഡിറ്റിംഗ് കഴിഞ്ഞ് ഒരു പുസ്തകമായി ഇന്ന് കാണുന്ന ഒരു കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ഒരുപാട് പുതുവീഞ്ഞ് നിറഞ്ഞ് എല്ലാവരെയും വായിപ്പിക്കുന്ന, ഏവരെയും മത്ത് പിടിപ്പിക്കുന്ന തരത്തിലേക്ക് ആ പുസ്തകം അങ്ങ് വളർന്നപ്പോൾ സത്യം പറയാം, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും പറയുമ്പോഴും ഞാൻ വളരെയേറെ ഭയങ്കര വികാരം കൊള്ളാറുണ്ട്. കാരണം എനിക്കത് അത്രത്തോളം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫസ്റ്റ് പുസ്തകത്തിൽ എനിക്ക് എഴുതി തന്ന ആ ബാബുവിന്റെ ഒരു ഒരു കുറിപ്പുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരാ ഷിനോജ്, എന്നും ഒന്നിച്ചുണ്ടാവണം, കൂടെ വേണം, സ്നേഹത്തോടെ എന്ന് പറഞ്ഞ ആ കുറിപ്പ് ഇപ്പോഴും ഞാനത് ചേർത്ത് ആ പുസ്തകം എന്നോട് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വായിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകം ഒരുപാട് ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു 10-15-20 പേരെങ്കിലും ഈ പുസ്തകം കൊണ്ടുപോയി വായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ തേടി പിടിച്ച് ആ പുസ്തകം എനിക്ക് തന്നെ തിരിച്ചു വേണം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകം നഷ്ടപ്പെടുത്താൻ വളരെയേറെ അപ്പൊ അത്രത്തോളം ഞാനത് ഒരു വിലമതിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇത്രത്തോളം പറയുന്നത്. അപ്പൊ ആദ്യത്തെ അതിന്റെ ആ ഒരു പ്രകാശനത്തിന് ശേഷം മഞ്ചേരി നടന്ന ഈ ഒരു നമ്മുടെ പുസ്തക ചർച്ചകളും കാര്യങ്ങളും വളരെ വിജയകരമായിരുന്നു. അതിന്റെ അങ്ങോട്ട് ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ എഡിഷനുകൾ ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നതാ. ആദ്യം 1-ൽ നിന്ന് 5-ഉം പിന്നെ 10-ഉം 15-ഉം ഒക്കെ ആടുമ്പോ അങ്ങനെ പോകുമ്പോ അതൊക്കെ വീക്കിലി അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ 10-ഉം 15-ഉം എല്ലാം ഇങ്ങനെ കയറി പോകുമ്പോ വളരെയേറെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാം. അപ്പൊ ഓരോ വട്ടവും ബാബു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അന്നത്തെ ആ ഒരു ടോപ്പ് 10 മാതൃഭൂമിയുടെ ടോപ്പ് 10-ലേക്ക് പോകും. ആ സമയത്ത് അവിടെ മുൻപിലുണ്ടായിരുന്നത് നമ്മുടെ പിന്നെ ആർ രാജശ്രീ ടീച്ചറുടെ ആത്രേയകമായിരുന്നു. ആത്രേയകം താഴത്തേക്ക് വരികയും കമ്പിളിക്കണ്ടം സ്ഥിരമായ ഒരു മേലോട്ട് നിലനിർത്തി കാണുകയും ചെയ്യുമ്പോൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അത് കാണുകയും ചെയ്യുമ്പോൾ. അപ്പോ ഇന്നും താഴത്തോട്ട് പോകാതെ അതെങ്ങനെ മേലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ഇന്നലെ ജെമിനിയോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ എഡിഷൻ കഴിഞ്ഞൊരു പുസ്തകം ഏതാ ചോദിച്ചപ്പോ ജെമിനി എനിക്ക് തന്നത് നമ്മുടെ ആടുജീവിതമായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകം വേണമെന്ന് പറഞ്ഞപ്പോ അവര് ഒന്നും ചോദിക്കാതെ എടുത്തു തന്നത് കമ്പിളിക്കണ്ടമായിരുന്നു. അപ്പോ അത്രത്തോളം അത് എത്രത്തോളം നമുക്ക് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു ഒരു റെക്കോർഡ് തലത്തിലേക്ക് അത് മലയാള ഭാഷയിൽ മലയാള സാഹിത്യ രംഗത്ത് അത്രത്തോളം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച മാതിരി അത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ചെറിയ ഒരു ഇതിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ കമ്പിളിക്കണ്ടത്തിന്റെ കൂടുതൽ ഒന്നും പറയാനില്ല. കാരണം ഒരു ഭാഗം നമ്മുടെ ഇപ്പോ ബാബു അബ്രഹാമിനെ പറ്റി ഇപ്പോ നമ്മുടെ പ്രദീപ് സാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നന്ദിക്കുന്നിൽ മേരിയുടെയും അബ്രഹാമിന്റെയും മകനൊക്കെ ആയിട്ട്. കാരണം ജനിച്ച ആ സമയം മുതൽ ജീവിതത്തിന്റെ ആ കാണുന്ന അതാണല്ലോ ശരിക്കും ബാബു ഇന്ന് വന്നു നിൽക്കുന്ന ഈ ഒരു സമയം വരെയുള്ള കാര്യത്തിൽ നമ്മളെ വായനയിലേക്ക് നമ്മുടെ ജീവിതത്തെയും ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെയും ഒക്കെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്ക് ഓർത്തു വെക്കാൻ പഴയ കാലത്തെ നമ്മുടെ 50-കളിലെയും 60-കളിലെയും അല്ലെങ്കിൽ 70-കളിലെയൊക്കെ നമ്മുടെ കുടിയേറ്റ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓരോ മലയാളിയും അല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രവാസം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മലയാളികൾ ഏവരും. അവർ ചിലപ്പം സ്വന്തം നാട്ടിലാകാം, സ്വന്തം നാട്ടിൽ നിന്ന് കുറച്ചപ്പുറത്തേക്കാകാം, ഇല്ലെങ്കിൽ നാട് വിട്ടിട്ടാകാം, ഇല്ലെങ്കിൽ രാജ്യം വിട്ടിട്ടാകാം, എവിടെയെങ്കിലും പ്രവാസം ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ കരുപിടിപ്പിക്കാൻ തക്ക
പാകത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മെച്ചപ്പെടണം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും എനിക്ക് ഈ ഇത് പോരാ, കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വളരണം, അത് ഭൗതികപരമായിട്ടും എല്ലാ തരത്തിലും എനിക്ക് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് മലയാളികൾ. അപ്പൊ അതിനനുസരിച്ച് അവരുടെ പ്രവാസ ജീവിതത്തിന്റെ ആക്കവും ആഴവും എല്ലാം കൂടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് അവർക്ക് സമ്പത്തും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയും എപ്പോഴും നമ്മൾ ആ ഒരു അവർക്ക് പിന്നെ അതായത് നമ്മുടെ പിന്നെ പ്രവാസികളോട് കടപ്പെട്ടേ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേരളത്തിന്റെ സാംസ്കാരികപരമാവും സാമ്പത്തികമായ വളർച്ച എല്ലാം പ്രവാസികൾ കൊണ്ടുണ്ടായത് മാത്രമാണ്. അപ്പോ അത് പിന്നെ അതിന്റെ ഒരു കാലഘട്ടമാണ് ശരിക്കും ബാബു എബ്രഹാമിന്റെ ഈ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിന്നെ ജീവിത യാത്രയുടെ തുടക്കം തന്നെ നമുക്കറിയാം ഏത് സമയത്താണ് വന്നത്. അദ്ദേഹത്തിന്റെ പിന്നെ അച്ഛന്റെ പിന്നെ മദ്യപാനവും അമ്മയുടെ പിന്നെ ഒരു അതായത് ആ മക്കളെ പിന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ കുടുംബത്തെ പോറ്റാൻ മറ്റൊന്നും നോക്കാനില്ലാതെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് പറയുന്നുണ്ട് ആ അച്ഛൻ പിന്നെ പിന്നെ ഒരു സുപ്രഭാതത്തില് കാരണം അതുവരെയും കുടുംബം നോക്കിയിട്ടില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ കുടുംബം നടന്നു പോയിരുന്നു. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇനി പിന്നെ ഇങ്ങോട്ട് മലബാറിലേക്ക് പോവുകയാണ്, ഇനി നിങ്ങള് പിന്നെ ഇനി അമ്മ വേണം നോക്കാൻ എന്ന് പറയാത്ത മാതിരി ഇനി നീ നോക്കിക്കോ, എനിക്കിതിൽ പങ്കില്ല എന്ന് പറയുന്ന മാതിരി ഇട്ടേച്ച് പോകുമ്പോ ആ അമ്മ ചോദിക്കും ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അല്ലെങ്കിൽ ഇവരെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ശരിക്ക് നാം കാണുന്നത് ആ അമ്മയുടെ ശരിക്കുള്ള ശക്തിയായ ഒരു രൂപത്തെയാണ് നമ്മൾ കാണുന്നത്. ഓരോ വട്ടവും നമ്മൾ കടന്നു വന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ അവരുടേതായിട്ടുള്ള എല്ലാ പിന്നെ പിന്നെ സമൂഹം മുഴുവനും എതിര് നിൽക്കുമ്പോഴും, അതായത് അന്നത്തെ ആ ഒരു പിന്നെ ഇടുങ്ങിയ കാലഘട്ടം നമ്മൾ അത്രത്തോളം പിന്നെ വളരെ പുറകിലൊന്നും അല്ല, ഏകദേശം ഈ ഒരു 70, 75, 80 കാലഘട്ടത്തിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സാംസ്കാരികപരമായ നിന്നിൽ നമ്മൾ പിന്നെ മതപരമായ ഭാഗത്തൊക്കെ ചിന്തിക്കുമ്പോൾ ആരും സ്ത്രീകൾ പണിക്ക് പോകരുത്. അപ്പൊ നമ്മൾ അതിലെടുത്ത് തന്നെ പറയുന്നുണ്ട്. കാരണം യാക്കോബായ വിഭാഗത്തിലെ ആൾക്കാർ നമ്പൂരി കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകളിലേക്ക് എങ്ങനെയായിരുന്നു, അവരൊന്നും വീടുകളിൽ പുറത്തിറങ്ങാതെ കുടുംബങ്ങളെ പിന്നെ നോക്കാതെ വീട്ടിലെ കുട്ടികളെ മാത്രം നോക്കിയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു നമ്പൂതിരി പാരമ്പര്യമായിരുന്നു അവര് എല്ലാം പിന്നെ ഉൾക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറാതെ നിൽക്കാൻ, അപ്പോ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കുടുംബത്തെ നോക്കാൻ ജോലിയിലേക്ക് ഇറങ്ങുമ്പോൾ സദാചാര മൂല്യങ്ങളെ പിന്നെ എല്ലാം കാറ്റിൽ പറത്തിയാണ് ഇവള് ജീവിക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും അവരോട് പിന്നെ ഇനി ജോലിക്ക് പോകരുത്, കുട്ടികളെ എല്ലാം തിരിച്ചേൽപ്പിച്ച് നീ നിന്റെ വീട്ടിലേക്കും കുട്ടികളോട് അവരുടേക്ക് വീട്ടിലേക്കും പോകാൻ പറയുന്ന അവരോട് ആ പിന്നെ പള്ളിയിലച്ഛനോടും പിന്നെ പിന്നെ അവരുടെ പിന്നെ അച്ഛന്റെ പിന്നെ ഏട്ടന്മാരോടൊക്കെ അവര് പിന്നെ അദ്ദേഹം പറയുന്ന സ്വന്തം കയ്യിലിരുന്ന അരിവാളെടുത്തിട്ട് വീശും ഞാൻ എല്ലാരെയും എന്ന് പറയുന്ന ഒരു രൂപം, നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്ന ആ ഒരു രൂപം ഇന്ന് ശരിക്ക് മലയാളികളുടെ ഓരോരോ മനസ്സിലും ഇന്നിങ്ങനെ പച്ചപിടിച്ച് നിൽക്കുകയാണ്. കാരണം ശരിക്ക് ഞാൻ ആദ്യം എനിക്ക് തോന്നുന്നു ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രിന്റ് ആകുന്നതിന് മുമ്പ് എന്റെ വായനയ്ക്ക് എടുത്തുക്കുമ്പോ നന്ദിക്കുന്നേൽ മേരി അത്രത്തോളം വലിയ ഒരു പ്രഗത്ഭയായ കഥാപാത്രം ആയിരുന്നില്ല. പക്ഷെ ഉള്ളിൽ അത് ആ ഒരു പിന്നെ രത്നം ഏത് ചേറിൽ പുതഞ്ഞു കിടന്നാലും അത് അതിന്റെ പിന്നെ ശോഭ പിന്നെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് എപ്പോഴെങ്കിലും കടന്നു വരും എന്നുള്ള ഉറപ്പുള്ള മാതിരി ഈ പുസ്തകത്തിന്റെ ഒരു എഡിഷന്റെ ഇതിലേക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നപ്പോ അതിലെ നായിക നന്ദിക്കുന്നേൽ മേരിയായി മാറുകയായിരുന്നു. അതിന്റെ ശേഷം നമ്മൾ ഏകദേശം കാണുന്ന ഏകദേശം എല്ലാവരും വായിച്ചായിരുന്നു. അത്രയും ആളുകൾ ഇത് വായിച്ച് കഴിഞ്ഞതുകൊണ്ട് എനിക്കിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്. കാരണം ഇത്രയും ആൾക്കാർ ഇതെല്ലാം കേട്ടതാണല്ലോ, ഇനിയും ഞാൻ പറയുമ്പോൾ അവർക്കത് അരോചകമാകുമോ എന്നുള്ള ഒരു ഇതിപ്പോഴും എനിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടി പറയാതെ വയ്യ, കാരണം ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണല്ലോ എന്റെ ദൗത്യം. അപ്പൊ അത് മുന്നോട്ട് പോവുകയും നമ്മുടെ പിന്നെ പിന്നെ അബ്രഹാം എന്ന പിന്നെ ബാബുവിന്റെ അച്ഛൻ നാട് വിട്ടു പോവുകയും അതിന്റെ ശേഷം അമ്മ ഓരോരോ തൊഴിലുകൾ ചെയ്ത് പിന്നെ പിന്നെ അവരെ പോറ്റാനും വേണ്ടിയിട്ട് മക്കളെ, അതായത് കുറച്ച് രണ്ടുപേരെ അവര് പിന്നെ കാളത്തോട്ടിലുള്ള ഒരു അനാഥശാലയിലേക്ക് ആക്കുകയും അതിന്റെ ഇടയിൽ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ആ ഒരു കാളത്തോട്ടിൽ ഉണ്ടായ അനുഭവമൊക്കെയാണ് ശരിക്കും ഈ പുസ്തകത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബാലൻ കടന്നു പോകാൻ മടിക്കുന്ന, അതായത് പിന്നെ അവിടെ ഉണ്ടാകുന്ന പിന്നെ മറ്റുള്ളവര് പിന്നെ രാവിലെ പ്രഭാതകൃത്യം നിർവഹിക്കുന്ന അത് പിന്നെ സ്വന്തം തലയിലേറ്റി കൊണ്ടുപോയി അവിടെ സെപ്റ്റി ടാങ്കിന് പകരം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം അതിനെ ഒരിക്കലും മോശമായ ഒരു അവസ്ഥയിൽ പറയുകയൊന്നുമില്ല. പിന്നെ എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിനുശേഷം അന്ന് പിന്നെ ലഭിക്കേണ്ട ആഹാരത്തിന്റെ ഒരു അളവ് മാത്രം. അപ്പൊ ഞാൻ അന്ന് നമ്മുടെ പിന്നെ ഇവിടെ നമ്മുടെ പിന്നെ ചർച്ചയ്ക്ക് വന്ന സമയത്ത് ആരോ ചോദിക്കുകയുണ്ടായി, ഇത്രയും അറപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞു എന്നെ എന്നും പ്രലോഭിപ്പിച്ചിരുന്നത് പിന്നെ ആഹാരം മാത്രമായിരുന്നു, ഇന്നും എന്നെ പ്രലോഭിപ്പിക്കുന്നത് ആഹാരം തന്നെയാണ് എന്നാണ് അതിന് അദ്ദേഹം അന്ന് തന്ന മറുപടി. അപ്പോ ആ ഒരു
ഒരു വികാരം തന്നെയായിരുന്നു. ആഹാരം എന്നൊരു വികാരം അല്ലെങ്കിൽ വിശപ്പ് എന്ന വികാരത്തെ ഈ ഒരു പുസ്തകത്തിന്റെ ഒരുപാട് താളുകളിൽ ബാബുവിന്റെ വിശപ്പ് അത്രത്തോളം പ്രശസ്തമാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആഹാരത്തിന് അദ്ദേഹം നൽകിയിരുന്ന ഒരു വാല്യൂ, കാരണം വിശപ്പിന് അത്രത്തോളം അദ്ദേഹം നൽകിയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വിശപ്പ് മാറിയിരുന്നില്ല കുട്ടിക്കാലത്ത്. അതിന് തക്കതായിട്ടുള്ള വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ആഹാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് അതിന്റെ ഒരു കാരണവും. അപ്പൊ ലഭിക്കുന്ന സമയത്ത് അദ്ദേഹം അത് സ്വാദോടുകൂടി കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ആഹാരം ലഭിക്കുന്നുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ട ഇതുവാരി, അതായത് അദ്ദേഹം പിന്നെ വീടെല്ലാം പൊളിഞ്ഞു വീണ് അദ്ദേഹത്തിന്റെ കുഞ്ഞഗസ്തി ചേട്ടൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വീട്ടിലേക്ക് വിളിക്കുമ്പോ അവിടെയുള്ള തൃപ്തിയില്ലാതെയും അവർ നൽകുന്ന ആ ഒരു ഇറച്ചി കുറഞ്ഞ കറി മാത്രം, കുറച്ച് കറുത്ത കറിയോട് കൂടിയ ഇറച്ചിക്കറിയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കഴിച്ച സ്വാദുള്ള ആഹാരം എന്ന് അദ്ദേഹം ആ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോ ആഹാരത്തെ അതേമാതിരി തന്നെയാണ് വേറെ ക്ലാസ്സിൽ സുബൈദ് നൽകുന്ന ആഹാരം. ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു മീൻ കഷ്ണവും കുറച്ച് ചോറും കൊടുത്തിട്ട് അവര് കഴിക്കാൻ കൊടുക്കുന്ന ആഹാരം, അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ആഹാരത്തിന്റെ മൂല്യം ശരിക്ക് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയാത്ത ആഹാരത്തിന്റെ മൂല്യം ശരിക്ക് ബാബു നമ്മളെ പഠിപ്പിക്കുകയാണ് സ്വന്തം ജീവിതത്തിലൂടെ. അത് കഴിക്കേണ്ട ആഹാരത്തിന്റെ ആർത്തി അല്ല, അതൊരു മനുഷ്യന് വിശപ്പടക്കാൻ ഏറ്റവും വേണ്ടത് ആഹാരം തന്നെയാണെന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു യാത്ര മുന്നോട്ട് പോവുകയും അതിന്റെ ശേഷം ആഹാരത്തെ അദ്ദേഹം കഴിക്കണോ വേണ്ടിയോ കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് അത് ഒരു വെറുപ്പുള്ളൊരു സാധനമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് തിരുമേനിയുടെ വീട്ടിൽ പോയി 1000 രൂപ കൈപ്പറ്റുകയും അദ്ദേഹത്തോട് നീ ഇനി കൂലിപ്പണി എടുത്തൊക്കെ ജീവിച്ചാൽ മതി, കാരണം നിന്റെ അമ്മയെ നോക്ക് എന്ന് പറയുന്ന അവസരത്തിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഹാരത്തിനോടൊരു വെറുപ്പായിട്ട് അദ്ദേഹം പറയും, ഞാൻ ആ ആഹാരം കഴിച്ചത് ഇന്നും എന്തിനായിരുന്നു എന്ന് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോ അതും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോ ആഹാരത്തെ ഏതൊക്കെ തരത്തിൽ മനുഷ്യന്മാർ കാണുന്നു എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് അതായത് ഒരു ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം തന്നെ ഇതാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ മറ്റ് പല സഭകളിൽ നിന്നുള്ള ആളുകളാണ് ഇതില് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഭാഗം. ബാബു ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ ആ ചലനങ്ങളും അദ്ദേഹം പോകുന്ന പഠന ഭാഗങ്ങളും എല്ലാം ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തോട് ചേർന്നാണ് കടന്നു പോകുന്നത്. അന്ന് തോന്നുന്നു എനിക്ക് കുറച്ചൊരു മാറ്റം എന്തെങ്കിലും അന്ന് പൂങ്കുടിയിൽ എന്ന് പറയുന്ന ഒരു ആനനെ കാണാനും കുറച്ച് ഭാഗങ്ങളെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗത്തൊന്നും മറ്റ് മതവിഭാഗങ്ങളായിട്ടൊന്നും ഇതിൽ സമ്പർക്കം വരുന്നില്ല. പിന്നെ അദ്ദേഹം സുബൈദയെ കാണുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു മുസ്ലിം ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അപ്പോ ഭയങ്കര കൗതുകത്തോടു കൂടിയും ഒരു ഭയത്തോടു കൂടിയൊക്കെയാണ് അവരെ നോക്കിക്കാണുന്നതൊക്കെ. അപ്പോ ആ ഭാഗങ്ങളൊന്നും മുസ്ലിം ഭാഗങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് തോന്നുന്നു. അപ്പോ അവിടെ ഇരുന്ന് ആഹാരം വാങ്ങി കഴിച്ചപ്പോ കാക്കാത്തിപ്പണ്ണിന്റെ അടുത്ത് ആഹാരം വാങ്ങി കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശാസിക്കുക എല്ലാം ചെയ്യുന്ന ഭാഗങ്ങൾ അതിന്റെ ഉള്ളിലൂടെ കടന്നു വരുന്നുണ്ട്. പിന്നെ അതിന്റെ ശേഷം അദ്ദേഹം കടന്നു പോകുന്ന വഴികളൊക്കെ ഏകദേശം നമുക്ക് അറിയുന്നതാണ്. അപ്പോ കൂടുതൽ ഇതിനെപ്പറ്റി പുസ്തകത്തെ പറ്റി ഞാൻ കൂടുതൽ വിവരിച്ചിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോ ഇനിയും ബാബുവിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ തന്നെയാണ് ശരിക്കും താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇത്രത്തോളം മതി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പ്രദീപ് സാർ ഇടപെടാം കേട്ടോ. ഷിനോജെ, നമുക്ക് പ്രിയപ്പെട്ട ശ്രീ ബാബു എബ്രഹാം സംസാരിച്ചു കഴിഞ്ഞ ശേഷം നോക്കെല്ലാം വീണ്ടും അദ്ദേഹത്തോട് സംസാരിക്കുകയും ബാക്കി കാര്യങ്ങൾ പറയുകയും ചെയ്യാം അല്ലേ? ഓക്കെ, അതെ. ഓക്കെ. അപ്പം ശ്രീ ഗ്രന്ഥകർത്താവായ ശ്രീ ബാബു അബ്രഹാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രദീപ് സാറിന് നന്ദി. എന്നെ ഈ ഒരു ചർച്ചയ്ക്ക് കമ്പളികണ്ടത്തെ കൽപ്പനകൾ എടുത്തതിന് ഒത്തിരി നന്ദി. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്ത ഹേമ മാഡത്തിന് നന്ദി. പുസ്തകത്തെ അവതരിപ്പിച്ച ഷിനോജിന് നന്ദി. ഈ കമ്പളികണ്ടത്തെ കൽഭരണികളെക്കുറിച്ച് ഞാനിനി പറയുന്നതിനകത്ത് വലിയ സാധുതയൊന്നുമില്ല. ശരിക്കും ഞാനിത് എഴുതി തുടങ്ങിയത് ഫേസ്ബുക്കിലാണ്. 2023 നവംബർ 27 കമ്പളികണ്ടത്തെ കൽഭരണികളിലെ ഒരധ്യായം ഞാൻ എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഷിനോജിനെ ഞാൻ പരിചയപ്പെടുന്നത് അതിന് 2 ദിവസം കഴിഞ്ഞ് നവംബർ 29 ആദ്യത്തെ മെസ്സേജ്. അപ്പം അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഇത് തുടർന്ന് എഴുതൂ, ഇതൊരു പുസ്തകമാകേണ്ടതാണ്. അപ്പം അങ്ങനെ ആദ്യം പറഞ്ഞ ആളാണ് ഷിനോജ്, പീറ്റർ ഷിനോജ് മഞ്ചേരി. ഈ പുസ്തകം എന്ന് പറയുന്നത്
അങ്ങനെ മലയാളത്തിലൊരു പുസ്തകം എഴുതാനുള്ള പാഠവുമുണ്ടെന്നോ ഭാഷാ വൈഭവമുണ്ടെന്നോ ഒന്നും ഒരിക്കലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അത് സാധിക്കുകയില്ലെന്ന് തന്നെയാണ് ഞാൻ അപ്പോഴും കരുതിയിരുന്നത്. 10-25 വർഷക്കാലം ഞാൻ മലയാളത്തിലൊരു പുസ്തകം പോലും വായിച്ചിട്ടില്ല, ഒരു മാസിക പോലും വായിച്ചിട്ടില്ല. അപ്പം മലയാളത്തിൽ എഴുതുന്നത് സാധ്യമല്ല എന്ന് തന്നെ കരുതിയിരുന്നതാണ്. എങ്കിലും എഴുതി തുടങ്ങിയപ്പോൾ എഴുതാനായിട്ട് ഇറങ്ങിയത് പോലും ഞാനതിൻ്റെ 50-ാം പതിപ്പിലൊരു പ്രവേശിക എഴുതിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞാനിത് എഴുതിയത്. അത് നവംബർ 27-ാം തീയതി എൻ്റെ ജീവിതത്തിൽ 2023 നവംബർ 27-ന് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ഓർത്തു, ഇത്രയേറെ നന്മ ചെയ്തിട്ടും ജീവിതം കുരിശുകളെ തന്നെയാണല്ലോ സമ്മാനിക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഭാര്യ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഫ്രാൻസിലെ ഞങ്ങളുടെ വീട്ടിലെ ഗാർഡനിലിരിക്കുക. ഇപ്പം ചെറിയൊരു വെയിലുണ്ട്, വിൻ്റർ ആരംഭിച്ചിട്ടില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10-15 ഡിഗ്രിയൊക്കെ ചൂടുണ്ട്. ഞാൻ പറഞ്ഞു, എടീ, ജീവിച്ചിരുന്നിട്ട് വരെ എന്ത് കാര്യം എന്താണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കൊക്കെ അങ്ങനെ പറയാം, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശമില്ല എന്ന് അവൾ എന്നോട് പറയുകയുണ്ടായി. നിങ്ങൾ നന്ദികുന്നേൽ മേരി വളർത്തിയ മകനാണ്. അപ്പം നിങ്ങൾ ഇതുവരെ എത്തിയത് എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അന്നാണ് ഞാൻ ആദ്യത്തെ അധ്യായം എഴുതുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 4-ാമത്തെ അധ്യായമാണ് എഴുതുന്നത്. അത് ഒരു തുടക്കമായിരുന്നു. കമ്പളികണ്ഠത്തെ കൽഭരണികൾ എഴുതി തീർത്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 73ഓളം പേജുകൾ കട്ട് ചെയ്യപ്പെട്ടു. അത് പ്രകൃതി വർണ്ണനയും കട്ടിയായ വാക്കുകളും എല്ലാം എടുത്ത് നീക്കി. അതൊരു കുഞ്ഞുണ്ടായാൽ അതിനെ കുളിപ്പിക്കണം, ഇഞ്ചിയൊക്കെ ഉപയോഗിച്ച് ഉരച്ച് കഴുകണം, കുട്ടി ഉടുപ്പിടിയിക്കണം. അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മളെപ്പോഴും ഇതിൽ ചെയ്തത്. ഒന്നും എഡിറ്റേഴ്സ് ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. എഡിറ്റേഴ്സ് ഇതിൽ നിന്ന് വെട്ടുമാറ്റിയിട്ടേ ഉള്ളൂ. എൻ്റെ 26 വയസ്സ് വരെയുള്ള ജീവിതം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഓർത്ത് ഞാനൊരു നായകനായിട്ടൊക്കെ വരുമെന്നാണ് ഷിനോജ് ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ. പക്ഷെ അത് എഴുതി വന്നപ്പോഴേക്കും മേരി നായികയായി മാറി. അപ്പം ഞാൻ 26 വയസ്സ് തൊട്ട് 52 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ 2026 വരെയുള്ളത് ആണ് അടുത്ത പുസ്തകത്തിൽ എഴുതുന്നത്. വലിയ ഒരു ബണ്ടിലായിട്ടാണ് ഇപ്പോൾ എഴുതി തീർന്നിരിക്കുന്നത്. ഏകദേശം 600ഓളം പേജിലാണ്. അതിനി വെട്ടി നിരത്തി കഴിയുമ്പോഴേക്കും അതൊരു 300 പേജിൽ താഴെയാകും. കാരണം ആളുകൾക്ക് അത് വായിക്കാനായിട്ടുള്ള സമയത്തിൻ്റെ പരിധിയുണ്ട്. അതുമാത്രമല്ല, നമുക്ക് ഒത്തിരിയേറെ ഭക്ഷണം ഉണ്ടാക്കി വെക്കാം, പക്ഷെ വിളമ്പുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് തന്നെ കോരിയിട്ടാൽ നമുക്ക് മടുപ്പുണ്ടാവും, കഴിക്കാൻ പറ്റത്തില്ല, എത്ര രുചിയുള്ള ഭക്ഷണമാണെങ്കിൽ. അതുകൊണ്ട് മിതമായി വിളമ്പി നൽകണം എന്നുള്ളതാണ്. ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ 2-ാം ഭാഗം ഇറങ്ങുന്നത്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. അതിൽ ഞാൻ നായകനാകുമെന്നോർത്തൊക്കെയാണ് എഴുതിയത്. അവിടെയും ഞാൻ നായകനൊന്നുമല്ല. നമുക്ക് സഹനടൻ്റെ ഒരു സ്ഥാനം മാത്രമേ. എഴുതുന്നതിലൊന്നും എനിക്കൊരു നായകനാകാൻ പറ്റുന്നില്ല. എങ്ങനെ ആകാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ. അപ്പോൾ ഇത് മലയാള സാഹിത്യത്തിൽ എത്രയും ഷിനോജ് പറഞ്ഞ പോലെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് തീർന്ന വായിക്കപ്പെട്ട പുസ്തകമായിരിക്കാം ആണ്. പക്ഷേ അതൊന്നും എൻ്റെ പ്രത്യേക കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ മാർക്കറ്റിംഗ് കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല. ചിലരൊക്കെ പറയും മാതൃഭൂമി മാർക്കറ്റ് ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചത്. മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പുസ്തകങ്ങളും ഒരുപോലെയാണ്. കമ്പളികണ്ഠത്തെ കൽഭരണികൾ ഇറങ്ങി 1.5 മാസമായപ്പോഴാണ് 4-ാം പതിപ്പിലെത്തുന്നത്. അപ്പോൾ ആ 4-ാം പതിപ്പ് എത്തിയപ്പോൾ അത് ബുക്ക് ഓഫ് ദി വീക്കായി അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു പരസ്യം വന്നു. പിന്നെ ഞാൻ ഇന്നേ വരെ ഒരു പുസ്തകം പോലും പരസ്യം കണ്ടു വാങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആളുകൾ പുസ്തകം വായിക്കുന്ന പരസ്യം കണ്ടിട്ടാണ്. പിന്നെ 20-ാം പതിപ്പിനാണ് അടുത്ത പരസ്യം വരുന്നത്. പിന്നെ 25-ാം പതിപ്പിന് വന്നു. 50-ാം പതിപ്പിന് ഒരു പരസ്യം വന്നു. ഇപ്പോൾ 75-ാം പതിപ്പിന് പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഈ പുസ്തകം വായിക്കപ്പെട്ടത് ഈ പരസ്യങ്ങളുടെ ഒന്നും പേരിലല്ല എന്നും. അത് ഇപ്പോൾ ഷിനോജിൻ്റെ പുസ്തകം ഷിനോജ് ഏപ്രിൽ 16-ന് പ്രകാശനത്തിന് വന്നപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്ത പുസ്തകം 25ഓളം പേരെങ്കിലും കൊണ്ടുപോയി വായിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ 75,000 കോപ്പി വിറ്റ ഈ പുസ്തകം എത്രയോ പേര് കൊണ്ടുപോയി വായിച്ചിരിക്കുന്നു. 25 പതിപ്പിലെത്താൻ 6 മാസം എടുത്തു. പിന്നെ 3 മാസം തോറും 25 പതിപ്പുകൾ വന്നിട്ടുണ്ട്.
യഥാർത്ഥത്തിൽ ഈ വായിക്കുന്ന ആളുകൾ ഈ പുസ്തകത്തെ കണ്ടത് അവരുടെ ജീവിതത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഏടുകൾ ഈ പുസ്തകത്തിന്റെ താളുകളിൽ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ബാബു സഹിച്ച അനാഥശാലയോ അപ്പൻ ഉപേക്ഷിച്ചു പോയൊരു കുടുംബത്തിന്റെ നിരാലംബമായ അവസ്ഥയോ അതൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു കുടുംബം എങ്ങനെയാണ് വളരെ സാധാരണമായൊരു ജീവിതത്തിൽ നിന്ന് കരകയറി. ഇത് ഈ കമ്പളികണ്ടത്തെ കൽഭരണികൾ പോലും വിജയിച്ചവന്റെ സുവിശേഷമല്ല, അല്ലെങ്കിൽ വിജയം നേടിയ ഒരാളുടെ ഘോഷയാത്രയല്ല കമ്പളികണ്ടത്തെ കൽഭരണികൾ. മക്കൾക്ക് വേണ്ടി പടപൊരുതിയ ഒരമ്മ, ആ മക്കൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ഒരമ്മ, അവർക്ക് വേണ്ടി എല്ലാം നൽകിയൊരമ്മ, അവർക്ക് ജീവിക്കാൻ പ്രേരണ നൽകിയൊരമ്മ, ഒരിക്കൽ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച ഒരമ്മ എങ്ങനെയാണ് ജീവിക്കാനുള്ള ആർജവം അവരുടെ മക്കളിൽ നിക്ഷേപിച്ചത്. അതാണ് കമ്പളികണ്ടത്തെ കൽഭരണികൾ. 53-ാമത്തെ വയസ്സിൽ, 54 വയസ്സ് പൂർത്തിയാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ച നന്ദുകുന്നേൽ മേരി എന്ന് പറയുന്ന എൻ്റെ അമ്മ, ഞാൻ പറയും ഇത് വീണുപോയവളുടെ സുവിശേഷമാണ്. പക്ഷെ അവൾ വീണുപോയെങ്കിലും ആ മക്കൾ ആകുന്ന 4 വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അവൾ അലിഞ്ഞില്ലാതായി തീർന്നപ്പോൾ അവർ കൂടുതൽ വളർന്നു. എനിക്ക് പറയാൻ സാധിക്കുക, മേരി തന്നതല്ലാതെ ഒന്നും എനിക്കില്ല. മേരി സമ്മാനിച്ചതാണ് എൻ്റെ ജീവനും ജീവിതവും. അപ്പൊ ഈ കടന്നു പോകുന്ന കഥകളൊന്നും ഞാൻ പറഞ്ഞത് അടുത്ത ജനറേഷനിലുള്ളവര് ഇതെല്ലാം വായിച്ച് പുളകിതരാകാനോ മാനസാന്തരപ്പെടാനോ ഒന്നുമല്ല. എനിക്ക് 4 മക്കളുണ്ട്. മൂത്ത ആൾക്ക് 20 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 16 വയസ്സ്, മൂന്നാമത്തെ ആൾക്ക് 14 വയസ്സ്, അടുത്ത ആൾക്ക് 9 വയസ്സ്. യൂറോപ്പിൽ ജനിച്ചു വളർന്ന ആ കുട്ടികൾക്ക്, അവരും ഇപ്പൊ ഈ മീഡിയയും ഗ്ലോബലൈസേഷനും ഒക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേരും അവിടുത്തെ പിള്ളേരും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അവരെത്ര കമ്പളികണ്ടത്തെ പഴയ ആ വീട്ടില്, ഇപ്പോഴും വണ്ടിയില്ലാത്ത വീട്ടില് ഓരോ വർഷവും വരുമ്പോൾ ഇറങ്ങി നടന്നു എന്ന് പറഞ്ഞാലും കാലം അവർക്ക് മുമ്പിൽ വെക്കേണ്ടത് എങ്ങനെയാണ് ഇന്നത്തെ സൗഭാഗ്യങ്ങൾ അവർക്കുണ്ടായത് എന്നൊരു ബോധ്യമാണ്. അതിനെ ഒരു കഥയായി പോലും അവർക്ക് കാണാം. കാരണം എൻ്റെ ജനറേഷനിൽ പെട്ടത്, അതായത് ഇപ്പോൾ ഒരു 40 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ, അല്ലെ അതിന് മുകളിലേക്കുള്ളവർക്ക്, 40 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് 70കളുടെ അവസാനത്തിലും 80കളിലും 90കളിലും കടന്നുപോയ അവരുടെ കുട്ടിക്കാലവും യൗവനവും അവരുടെ യുവത്വവും അത് അവർക്ക് ഒരിക്കലും അവരുടെ കുട്ടികളോട് പറയാൻ പറ്റില്ല. കുട്ടികളോട് എപ്പോഴും പറയുക, നിങ്ങൾക്കൊരു കുറവ്, അവർക്കൊരു കുറവും ഇല്ലാതെ എനിക്കൊക്കെ ഉണ്ടായൊരു കുറവ് പിള്ളേർക്ക് ഉണ്ടാവരുത്, അതിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുക. ഞാനും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഭൂതകാലത്തെ ഭൂതങ്ങളുണ്ടെന്നും അതോടൊപ്പം തന്നെ ഭൂതകാലത്തെ ആ യാത്രയിൽ ഭൂതങ്ങൾ മാത്രമല്ല കുറെ മാലാഖമാരും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ജീവിതം വളരെ നിസ്വാർത്ഥമായി സമ്മാനിച്ചതല്ലാതെ ഒന്നും ഞാൻ നേടിയിട്ടില്ലെന്നും മക്കൾ അറിയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കിപ്പോഴുള്ള സൗഭാഗ്യങ്ങളെ ഓർത്ത് ഒരു കൃതജ്ഞതയുണ്ടാവും. ഈവൻ ഇഫ് അവരത് ചിന്തിക്കുന്ന അതൊരു ഒരു കഥയായി പോലും കരുതിയാൽ പോലും. കാരണം പുതിയ തലമുറയിലുള്ളവർക്ക് ഇതൊരു കഥ പോലെയാണ്. അതെൻ്റെ ജീവിതമായിരിക്കും അവർക്കൊരു കഥയാണ്. അപ്പൊ എൻ്റെ മക്കളടക്കമുള്ള ആ കുട്ടികൾ, അവരുടെ ജനറേഷനിലുള്ളവർക്ക് ചിലപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ അവരുടെ അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ അവർ ജീവിച്ചു പോന്ന കാലങ്ങളെ കുറിച്ച് പറയുന്നത് ഓർമ്മയിലെത്തും. അതാണ് കമ്പളികണ്ടത്തെ കൽഭരണികൾ. പിന്നെ ഒരു 35 വയസ്സ് തൊട്ട് മുകളിലേക്കുള്ളവർ, അവർക്ക് കുറെ കാര്യങ്ങളെങ്കിലും റിലേറ്റഡ് ആയി തോന്നും. അവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീരും. അത് അങ്ങനെ ഒരു ചിന്തയോ അങ്ങനെ ഒരു വിഷനോ ഒക്കെ കൊടുക്കുന്നതാണ് കമ്പളികണ്ടത്തെ കൽഭരണികൾ. പിന്നെ മേരി എന്ന് പറയുന്ന ആ വ്യക്തിത്വം, നന്ദികുന്നേൽ മേരി എന്ന് പറയുന്നത് കാലം മറവിയുടെ പുതപ്പിട്ട് മൂടിയ, ത്യാഗങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ സുഖങ്ങൾ സമ്മാനിച്ച എല്ലാ ഫാത്തിമമാരുടെയും എല്ലാ മറിയാമ്മമാരുടെയും എല്ലാ വിലാസിനി അമ്മമാരുടെയും
പ്രതീകമാണ്. നമ്മൾ മറന്നുപോയി. പക്ഷേ അവരെ ഒന്ന് സ്നേഹത്തോടെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴെങ്കിലും ഓർത്തെടുക്കാൻ ഉള്ളൊരു നിമിഷം സമ്മാനിക്കുന്ന പുസ്തകമാണ് കമ്പിളികണ്ടത്തെ കൽഭരണികൾ. മേരി എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ അമ്മമ്മമാരോ അച്ഛമ്മമാരോ ഒക്കെയാണ്. അവരുടെ പ്രതീകമാണ്. നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച, അത് അമ്മ മാത്രമല്ല, അച്ഛനുമാകാം. ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ടായിരുന്നു എന്നാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. താങ്ക് യു. നമസ്കാരം. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. ഒത്തിരി പേര് സംസാരിക്കാൻ അവസരം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ദയവായി മുന്നോട്ട് വരണം. താങ്കളുടെ അടുത്ത പുസ്തകത്തിൻ്റെ എഴുത്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുകയുണ്ടായി. മാതൃഭൂമി തന്നെയാണ് ഇറക്കുന്നത്? അതെ, മാതൃഭൂമി തന്നെയാണ് പ്രസിദ്ധീകരിക്കുന്നത്. എഴുത്ത് പൂർത്തിയായി. ഞാനിപ്പോൾ അതിനെ ഒന്ന് കോഴി മുട്ട പൊരുന്ന് വെക്കുന്ന പോലെ വെച്ചിരിക്കുക. എന്നിട്ട് അതൊന്ന് എടുത്തിട്ട് എൻ്റെ എഡിറ്റേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് സെൽഫ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 100 പേജ് എനിക്ക് കട്ട് ചെയ്യാന്നാണ് അഷ്ടമൂർത്തി എന്നോട് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു നോവലിനെ കുറിച്ച്, കഥയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ കഥ ജീവിതത്തെ വെല്ലും എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഈ ജീവിതാനുഭവങ്ങൾ വായിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. ജീവിതം കഥയെ വെല്ലും. കാര്യം ഇതൊക്കെ ഭാവനാസമ്പന്നമായ ഒരു കൃതിയാണ് എന്ന് നമുക്ക് നോവലൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ഒരു ജീവിതം പറയുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് അവിശ്വസനീയമാണ്. കാര്യം അത്രയ്ക്ക് ടച്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങളാണ്. താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ അമ്മയാണ് ഇതിലെ മുഖ്യ കഥാപാത്രമല്ല, ജീവിതത്തിലും അങ്ങനെ തന്നെയാണല്ലോ തിരിച്ച്. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഒരു ധൈര്യശാലിയായിട്ടുള്ള, ഏത് പ്രതിസന്ധിയും നേരിടുന്ന അമ്മ. അത് അച്ഛൻ വിട്ടുപോയപ്പോൾ ഈ മക്കളെയൊക്കെ വല്യപ്പൂപ്പനും ബാക്കി ബന്ധുക്കൾക്കൊക്കെ കൊടുത്ത് കുടുംബം പിരിച്ചുവിടാൻ പറയുന്ന അച്ഛനോട് താനെടുത്ത് അച്ഛനാടു എന്ന് ചോദിക്കുന്ന അമ്മ, ദൈവം ചേർത്ത് തകർക്കാൻ തനിക്കാരോടോ പട്ടം തന്നത് എന്ന് ചോദിക്കുന്ന അമ്മ. അങ്ങനെ ഒരു അമ്മയെക്കുറിച്ച് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഈ ലോകത്തിൽ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ അമ്മ, മാതൃദൈവമാണ് സ്ത്രീ സങ്കല്പങ്ങളുടെ എന്ന് താങ്കൾ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അമ്മയെ സത്യം പറഞ്ഞാൽ കഥയിലല്ലാതെ ജീവിതത്തിൽ നമുക്ക് വളരെ അപരിചിതമാണ് തിരിച്ച്. ഇതിൽ തന്നെ ഒട്ടേറെ വേറെ കഥാപാത്രങ്ങളുണ്ട്. താങ്കൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകിയ സുബൈദ, മഴയുള്ള സമയത്ത് കുടയില്ലാത്ത താങ്കളെ കുടയ്ക്കകത്ത് കയറ്റി പോകുമ്പോൾ മടിച്ചു നിന്നപ്പോൾ അള്ളാഹിക്കെല്ലാം അറിയാമല്ലോ എന്ന് ചോദിച്ച നിഷ്കളങ്കിയായ ആ പെൺകുട്ടി. അങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങൾ. അതുപോലെ ഈ ക്രിസ്തു മതത്തിൻ്റെ പല ഇരുണ്ട വശങ്ങളിലേക്കും ഈ ജീവിതാനുഭവങ്ങൾ പോകുന്നുണ്ട്. ക്രിസ്തു ഇറങ്ങിപ്പോയ അരമനയുടെ ഇരുട്ട് എന്ന് അതിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രച്ഛന്ന വേഷമിടാത്ത വർഗീസ് അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ വളരെ ടച്ചിങ് ആയിട്ടുള്ള, എല്ലാ കാലത്തും താങ്ങായി നിന്ന മറ്റ് സഭയിൽപ്പെട്ട അത്തനേഷ്യസ് തിരുമേനി, വർഗീസ് ജേക്കബ് അച്ഛൻ, ടെസി സിസ്റ്റർ, പിന്നെ ഏറ്റവും അവസാനം ഫ്രാൻസിലെ കൊളയത്ത് തുളൂസ് ബ്ലാത്താക്ക് എന്ന് പറയുന്ന അമ്മ, ഫ്രാൻസിൽ അഭയം നൽകിയ അമ്മ. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ, കുഞ്ഞാൻറ്റി, അങ്ങനെ ധാരാളം, കുഞ്ഞമ്മ, അങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ. ഇതൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോവുകയില്ല. എങ്ങനെ നിൽക്കുന്നു തിരിച്ച്. അത് ഇപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഞാനത് മറിച്ച് നോക്കുമ്പോൾ ഈ അമ്മയുടെ ഇങ്ങനെ ഒരു ചിത്രം മനസ്സിലിങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട്. അത് അമ്മ പിന്നെയും ശോഭിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങളാരും എൻ്റെ മക്കളുടെയോ കാര്യങ്ങൾ തീരുമാനിക്കില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ നടുത്തളത്തിലേക്ക് ധൈര്യവതിയായി ഇറങ്ങുന്ന അമ്മയുടെ ഒരു ചിത്രം. പക്ഷേ അതിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളത് അത് സ്ത്രീ മനസ്സിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, വിചിത്രം എന്ന് പറയാവുന്ന ഒരു അവസ്ഥ. കാര്യം കുട്ടികളെ ഉപേക്ഷിച്ചു പോയി, പിന്നെ തിരിച്ചു വരികയും ദീർഘകാലത്തിന് ശേഷം തിരിച്ചു വരികയും പഴയ ജീവിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്ത അപ്പന്
മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കാശ് നൽകണം, ആദായം നൽകണം വരെയും എന്ന് പറഞ്ഞിട്ടാണ് അമ്മ വിട നൽകുന്നത്. അപ്പം ആ സ്ത്രീയുടെ ഒരു മനസ്സ് നമുക്ക് വളരെ സമസ്യയായിട്ട് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. അതങ്ങനെ പറയാനായിട്ട് ധാരാളം കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. തിരിച്ചു ഹേമ. വായിക്കുമ്പോ ഒരു നമ്മളെ ഈ എംപവറിങ് വിമൻ എന്നൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷെ ഒരു എംപവേർഡ് വുമണിനെ നമ്മൾ കാണുകയാണ് ഇതില്. കാരണം ആ ഒരുപാട് അവസ്ഥകളുണ്ട്. രോഗം വന്ന ഒരു അവസ്ഥയില് അത് മറച്ചു വെച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അമ്മ, ആരോട് പഠിക്കാൻ പോയ മകനോടോ മറ്റു മക്കളോടോ ഒന്നും അത് റിവീൽ ചെയ്യാതെ. അതുപോലെ തന്നെ അമ്മയുടെ പ്രസവം, ഇപ്പോ പ്രസവം ഗർഭിണിയായി ആദ്യത്തെ മാസം തൊട്ട് പിന്നെ വീട്ടുകാരുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള പെൺകുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആദ്യത്തെ മാസം തൊട്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ 4 കുട്ടികളെ മറ്റാളുകളുടെ പോലും ഒരു പ്രസവം മാത്രമാണ് വീട്ടുകാരുടെ തുണയോടുകൂടി നടത്തിയത്. ബാക്കിയെല്ലാം പിന്നെ തൊട്ടടുത്തുള്ള ആളുകളുടെ സഹായം മാത്രം തേടി. പണ്ടൊക്കെ അങ്ങനെ പ്രസവങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷെ 3ാമത്തെ പ്രസവം അവർ ഒറ്റയ്ക്ക് അത് നടത്തി എന്നുള്ളത് നമുക്ക് വളരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അതായത് അമ്മ മുതിർന്ന 2 കുട്ടികൾക്കുള്ള കഞ്ഞി ഉണ്ടാക്കി വെച്ച് പ്രസവം കഴിയുമ്പോൾ സ്ത്രീക്ക് വല്ലാത്തൊരു ദാഹം ഉണ്ടാവും. ആ ദാഹത്തിന് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കി വെച്ച ഒരു അവസ്ഥ. ഇതൊക്കെ നമുക്ക് അവിശ്വസനീയമായിട്ട് തന്നെ തോന്നും. പക്ഷെ സഹനത്തിന്റെ പിന്നെ ക്ഷമയുടെ ഒക്കെ പര്യായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ആ അമ്മ. അങ്ങനെ ഒരു ആള് നമ്മളുടെ തൊട്ടടുത്തൊക്കെ ജീവിച്ചിരുന്നിരുന്നു എന്ന് അറിയുന്നത് തന്നെ നമുക്ക് ഇതില് ഈ പുസ്തകത്തിന്റെ കവറില് പുതിയ എഡിഷനിലാണ് അതുള്ളത്. വി.ഡി. സതീശൻ നമ്മളുടെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇതുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഇത് എന്താണ് തീച്ചുളയിൽ ഉരുക്കിയെടുത്ത അനുഭവങ്ങളുടെ കത്തുന്ന അക്ഷരങ്ങളുടെ ജീവിതം കുറിച്ച് ബാബു എബ്രഹാമിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ്. അതിൽ ഒരു കാര്യം പറയുന്നത്, കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ പല അധ്യായങ്ങൾ വായിക്കുമ്പോഴും കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. വായിച്ചു തീർത്തപ്പോഴും കണ്ണീർ തോരുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, ചങ്ക് തുളച്ചു കയറുന്ന ഭാഷയിൽ സ്വന്തം ഹൃദയ രക്തം കൊണ്ടെഴുതിയ പുസ്തകം നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം. ശരിയാണ്, വരും തലമുറകൾക്ക് ജീവിക്കാൻ. സത്യത്തില് ഞാൻ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കും ഈ ഒരു പുസ്തകം ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇനിയും ഒറ്റയ്ക്കൊക്കെ ഉള്ള ഒരു ജീവിതം എങ്ങനെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് നയിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് ശക്തമായ സൂചനകൾ തരുന്നതാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാരാവട്ടെ അതിജീവനം എന്നുള്ള വലിയ പാഠം ഈ പുസ്തകം നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവായ പുസ്തകം വാങ്ങി സ്കൂളുകൾ, അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ കൊടുത്തു അല്ലേ? നമ്മൾ വാർത്ത വായിച്ചത് ഓർക്കുന്നുണ്ട്. അതെ 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 അത് അപ്പോ ഇങ്ങനെ സമൂഹത്തിനെ ഇതുപോലെ എൻകറേജ് ചെയ്യുന്ന ഒരു പുസ്തകം അടുത്ത കാലത്തൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഇത് 100ാം പതിപ്പിലേക്കോ അതിലപ്പുറമൊക്കെ പോകും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇത് പാഠപുസ്തകം ആക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്, ഒരു സംശയമില്ല. പാഠപുസ്തകത്തിൽ നമ്മളെ യൂണിവേഴ്സിറ്റിയിലോ സ്കൂളുകളിലെ കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ലളിതമായിട്ടുള്ള രീതിയിൽ കൊടുക്കേണ്ടി വരും. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു പാഠപുസ്തകത്തിലേക്ക് എത്തിക്കാവുന്ന, ഒരു മനുഷ്യന്റെ അല്ല ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളുടെ സഹനവും അവരുടെ അതിജീവനവുമാണ് ഈ കഥ പറയുന്നത്. കഥയല്ല, സംഭവങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളതാണ്. പിന്നെ അതീവ ലളിതമായ ഒരു ഭാഷയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് 1-2 സംശയങ്ങൾ, ചോദ്യങ്ങളുണ്ട്. അത് ഒന്ന്, ഈ കുട്ടിക്കാലത്ത് അന്ന് ഉണ്ടായിരുന്ന സംഭവങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം. അവര് ഏത് രീതിയിലാണ്? ഹലോ, ഹേമയുടെ മൈക്ക് പോയി. എനിക്കൊന്നും ഹേമ ചോദിക്കാൻ ശ്രമിച്ചത് ഇതിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണല്ലോ. കഥാപാത്രങ്ങളെ ജീവിച്ചിരിക്കുന്നവരാണ് പരാമർശ വിഷയരായിട്ടുള്ള ഒട്ടേറെ പേരുണ്ടല്ലോ. അവർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാകുമോ, പ്രതികരിച്ചിട്ടുണ്ടാകുമോ എന്നായിരിക്കും ഹേമലത ചോദിക്കാൻ ഉദ്ദേശിച്ചത്.
അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നവര് ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഈ പുസ്തകം വായിച്ചിട്ട് പ്രതികരിച്ചു? അവരെല്ലാം പിന്നെയും അവർ ചെയ്ത ചില കൃത്യങ്ങൾക്ക് ഖേദപ്രകടനം നടത്തിയോ? അല്ലെങ്കിൽ കൂടുതൽ സന്തോഷം പ്രകടിപ്പിച്ചോ? ഏത് രീതിയിലാണ് ഈ പുസ്തകത്തിനെ സ്വീകരിച്ചത്? അതിനുശേഷം അവരെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സുബൈദയുടെ കാര്യം പറഞ്ഞു. സുബൈദ പുസ്തക പ്രകാശനത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ, ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നവരിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഒരു 90% ആളുകളും പുസ്തക പ്രകാശനത്തിന് വന്നിരുന്നു. വർഗീസ് ജേക്കബ് അച്ഛൻ, മീനു കൊച്ചമ്മ, അച്ഛൻ്റെ ഭാര്യ, അതുപോലെ തന്നെ സുബൈദ, ആനി സിസ്റ്റർ, അവർ അങ്ങനെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. പിന്നെ ഈ ക്ഷമാപ്രകടനം നടത്തിയെന്ന് പറഞ്ഞാൽ അതിൽ എന്നെ 7ാം ക്ലാസ്സിൽ വെച്ച് ബെഞ്ചിൽ കയറ്റി നിർത്തിയ സിസ്റ്റർ മാത്രം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് അന്ന് വലിയ ബോധമൊന്നുമില്ലായിരുന്നു, കന്യാസ്ത്രീയായി ടീച്ചറായി തുടക്കമല്ലേ, അന്നേരം നിനക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായെന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴും ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊന്നും ശരിയല്ലെന്ന് ഇപ്പം അറിയാം, അത് നിനക്കുണ്ടായ വിഷമത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ കണക്കുകൾ തീർക്കാനുള്ളതല്ല നമ്മളുടെ ഓർമ്മ പുസ്തകങ്ങൾ. ഇതൊരു ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം ഇതുപോലെ ഒരു മേരിയും കാലത്തിന് മാറ്റം വന്നിട്ടുണ്ടാവാം, ഇതുപോലെ കുറേ പിള്ളേരുമൊക്കെ എവിടെയും ഇന്നും ഉണ്ടാകാം. എനിക്ക് ആ അനാഥശാലയിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പോലും ഷിനോജ് പറഞ്ഞതുപോലെ ശരിക്കും ഒരു ഗ്രഡ്ജ് ഫീലിംഗ് ഇല്ലാത്ത ആളാണ്. അത് ഒരു വ്യക്തികളോടുമില്ല. കാരണം അത് അവരവരുടെ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നവരാണ്. നമുക്ക് കാണേണ്ടത് നമ്മളെ ഉരുക്കി വാർത്തെടുക്കാനായിട്ട് ഉണ്ടായതാണ് ഈ അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങൾ ചിലപ്പം ആ കാലഘട്ടത്തിൽ അന്ന് നമുക്കുണ്ടാക്കിയ വേദനകൾ, അതിനെ നമ്മൾ ഓർത്തെടുത്ത് പറയുന്നത് ശരിക്കും പക തീർക്കാനോ അല്ലെങ്കിൽ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നുമല്ല. നമ്മൾ മുമ്പോട്ടുള്ള യാത്രയിൽ ഇനിയും ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ ചില സമയങ്ങളിൽ കണ്ണടയ്ക്കാതിരിക്കണം, ചില സമയങ്ങളിൽ ഒരു കൈത്താങ് നൽകണം എന്നൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലിലാണ് ഈ പുസ്തകം ഞാൻ എഴുതിയത്. പിന്നെ ഒത്തിരി ആളുകളെ കാണാറുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരെ, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവരൊക്കെ എല്ലാവരും തന്നെ ഉണ്ട്. കുടുംബക്കാർക്കൊക്കെ ഇഷ്ടക്കേടായി. അപ്പൻ്റെ കുടുംബത്തിനും അമ്മയുടെ കുടുംബത്തിനും ഒക്കെ ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും അടുത്ത തലമുറയിലുള്ളവർക്ക് ഇതറിയില്ലല്ലോ, അപ്പൊ പിന്നെ നീയായിട്ട് എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് എന്നൊരു ഒരു പ്രശ്നമുണ്ട്. കാരണം അന്നത്തെ സാഹചര്യങ്ങൾ മാറി, അവരെ ഇനിയിപ്പം ഞാൻ തന്നെ വളർന്നു വന്ന് പുതിയ സാമൂഹിക സാമ്പത്തിക സാധ്യതകളിലേക്കുള്ള വഴി തുറന്നു കൊടുത്തതാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ പറയുക, ചേട്ടാ ഇപ്പം ഞങ്ങളെയും കൂടി അവഹേളിക്കുകയല്ലെന്ന്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ 1754 ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ് ഒഫീഷ്യലായിട്ട് കമ്പനി ഭരണത്തിൽ നിന്ന് മാറി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മാറുന്നത്. 1754 മുതൽ 1947 വരെ നമ്മൾ അവരുടെ കീഴിലായിരുന്നു. അപ്പോ എന്ന് കരുതി ഇന്നിപ്പോ നമുക്ക് നല്ല വ്യാപാര ബന്ധങ്ങളും ഇമിഗ്രേഷൻ ബന്ധങ്ങളും എല്ലാം നമുക്കുണ്ട് എന്ന് കരുതി നമ്മൾ ഒരിക്കലും നാളെ ലണ്ടനിൽ ചെന്ന് വണ്ടി ഇറങ്ങിയിട്ട് അതിലൂടെ പോകുന്ന 32 വയസ്സുള്ള ഒരു ആൽബർട്ട് എന്ന് പറയുന്ന ഒരു സായിപ്പിനെ കണ്ടു കഴിയുമ്പോൾ നീയാണ് എൻ്റെ രാജ്യത്തെ ചൂഷണം ചെയ്തത് എന്ന് പറയാറുണ്ട്. എന്ന് കരുതി നമ്മൾ നമ്മുടെ ചരിത്രം എഴുതാതെയും ഇരിക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ പുതുതലമുറയിലുള്ള ഈ കുടുംബങ്ങളൊക്കെ കണ്ടത്. എന്തിനാണ് ഇത് എഴുതുന്നത്? എനിക്ക് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ എഴുതിയാൽ മരിച്ചവരുടെ ശാപം ഉണ്ടാവും എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നു മരിച്ചവരൊക്കെ മുകളിലിരുന്നവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അത് സ്വീകരിച്ചിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അനുഗ്രഹം ചൊരിഞ്ഞത് കൊണ്ടാവണം അവർക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് അവർ തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരിക്കണം മറ്റൊരു ലോകത്തിരുന്ന്. അതുകൊണ്ടാവണം പുസ്തകം ഇത്രയും വിജയിച്ചത്. പിന്നെ സുബൈദയുടെ കാര്യത്തിലേക്ക് തിരികെ വരുമ്പം നമ്മൾ ഓർക്കും, യഥാർത്ഥത്തിൽ
സുബൈദ എന്നുള്ള ഒരു പേരുണ്ട്. പിന്നെ ഈ ബാബു ഇബ്രാഹിം എന്ന് പറയുന്ന ആള് ഒരു മതത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ഒക്കെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അത് ഞാൻ ചിലപ്പോ ജനിച്ചത് ഈ മഞ്ചേരിയില് ഒരു ഫാത്തിമയുടെയും അബൂബക്കറിന്റെയും മകനായിട്ട് ജനിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പേര് മുസ്തഫ എന്നാണെങ്കിൽ ഞാൻ അന്നേരം എഴുതുന്ന എഴുത്തിലെ ബിംബങ്ങളും ആശയങ്ങളുമൊക്കെ ഒരു ഒരു ഇസ്ലാമികമായിട്ടുള്ള പശ്ചാത്തലത്തിലായിരിക്കും. അത് അന്നേരം നമ്മൾ അങ്ങനെ പറയും. ഇനി ഞാൻ വിലാസിനിയമ്മയുടെയും ഭാസ്കരേട്ടൻ്റെയും മകനായിട്ടാണ് ജനിച്ചതെങ്കിൽ എൻ്റെ പേര് സോമൻ എന്നാണെങ്കിൽ നമ്മൾ അന്നേരം ഒരു ഹൈന്ദവമായ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഈ മതങ്ങളും മതസിദ്ധാന്തങ്ങളും മതത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളും ഒക്കെ എല്ലാത്തിലും ഒരുപോലെയാണ്. ഇതൊക്കെ മനുഷ്യനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ മതങ്ങളെല്ലാം നല്ലതാണ്. പക്ഷെ നമ്മളെ തികച്ചും നമ്മളായിരിക്കുന്നതിൽ നിന്ന് മോശപ്പെട്ട ഒരു മനുഷ്യാവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് ഏത് മതങ്ങളെങ്കിലും ആ മതം വിട്ടുപോകണം. ഇപ്പോൾ ഞാൻ അടുത്ത പുസ്തകത്തിലും ഉണ്ട്. ഇപ്പോൾ ഈ സുബൈദയെ കുറിച്ച് എഴുതിയ ചാപ്റ്റർ കണ്ട് ഇവിടുത്തെ വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈസ്തവ എന്ന് പറയുന്നത്, ക്രൈസ്തവമല്ല എന്ന് നമുക്കറിയാം, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൽ ഇത് ഫോട്ടോ ഇട്ട് പുസ്തകത്തിൻ്റെ ആ പേജുകൾ ഇട്ട് പറയുന്നവരുണ്ട് ഇയാൾ ഇസ്ലാം മതം ഉടനെ സ്വീകരിക്കും, കാരണം ഇയാൾ മാധവിക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട വായനക്കാരൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടിയാണെന്ന് പറയുന്നു. അപ്പം നമുക്ക് അയച്ചു തരുന്ന കാസ വിലാസ ഗ്രൂപ്പുകളൊക്കെ ആണെങ്കിൽ പോലും അവർ നമ്മളോടുള്ള സ്നേഹത്തിലല്ല, അത് നമുക്ക് തരുന്ന ഒരു ആക്രമണമാണ്. അപ്പോഴും ഞാൻ പറയുന്നത് എന്നാൽ ഒരു പേര് കണ്ടെത്തി വെച്ചോളൂ, നമുക്ക് ആ തീരുമാനം എടുക്കുമ്പം പണി എളുപ്പമാവുമല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ ഇപ്പൊ സുബൈദ എന്ന് പറയുന്നത്, സുബൈദ മുസ്ലിം ആയിരുന്നോ എന്നുള്ളത് നമ്മളുടെ ഒരു ഇഷ്യൂ അല്ല. ശരിക്കും സുബൈദ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരു കുഞ്ഞായിരിക്കുമ്പോഴും 10 വയസ്സുള്ള കുട്ടി എത്രമാത്രം മനുഷ്യ സ്നേഹം അവളിൽ ക്യാരി ചെയ്തിരുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഈ സുബൈദയെ കാണുമ്പോൾ എല്ലാം അള്ളാഹ്ക്ക് അറിയാലോ എന്ന് അവൾ പറയുമ്പോൾ ശരിക്കും ഞാൻ എഴുതിയതുപോലെ അവൾ ആ പറഞ്ഞ അള്ളാഹ് ആരാണെന്ന് എനിക്ക് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല, സത്യസന്ധമായി. ഇപ്പോഴൊക്കെയാണ് അള്ളാഹൊക്കെ നമുക്ക് സെറ്റപ്പായിട്ട് അറിയാം. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുന്ന മുസ്ലിമാണ് ആ പെങ്കൊച്ച്. അപ്പൊ യഥാർത്ഥത്തിൽ സുബൈദ ഇന്നും കാണുമ്പോഴും അവൾക്ക് ഇപ്പോഴും അന്നത്തെ പോലെ ആ എന്താ പറയുന്നത് സ്കാർഫൊക്കെ കെട്ടിയാണ്, പിന്നെ സാരിയൊക്കെ കൊടുത്ത് തലയിൽ മുടി നമുക്ക് നെറ്റിയുടെ മുകൾ വശത്ത് കാണാം, എങ്കിലും അവളൊരു സ്കാർഫൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. അപ്പോ ഞാനതിനെ ഏറ്റവും സുന്ദരമായിട്ടാണ് കാണുന്നത്. അവൾ മുസ്ലിം ആണോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. ശരിക്കും അവൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വ്യക്തിയാകാൻ മുസ്ലിം ആയാൽ എന്താണ് കുഴപ്പം? അമ്പലത്തിൽ പോയി രാവിലെ ഒരു പുഷ്പാർച്ചന കഴിക്കുന്നതിലൂടെ പ്രദീപ് സാറ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകുന്നെങ്കിൽ എന്തിനാണ് ഞാൻ വിമുഖത കാണിക്കേണ്ടത്? അപ്പം ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കൊരു ദൈവമുണ്ട്. അത് ആരൊക്കെ ഏത് പേരിൽ ദൈവത്തെ വിളിക്കുന്ന ആൾക്കും എതിരല്ല. പിന്നെ സതീശൻ സാർ ഇത് പറയുക മാത്രമല്ല ചെയ്തത്, 1000 കോപ്പി മേടിച്ചു കൊടുത്തല്ല. അത് പുള്ളി അന്ന് ആ പത്രക്കാർ പറഞ്ഞപ്പം പുള്ളി അത് പച്ചയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം പുള്ളി പുസ്തകം മേടിച്ചു കൊടുത്തത് ഞാൻ അറിയുന്നുണ്ട്. ഏറ്റുമാനൂർ അർബൻ ബാങ്കിൽ 200 പുസ്തകം മേടിച്ചു കൊടുത്തു, അങ്ങനെ പല സ്ഥലങ്ങളിൽ. ഇപ്പൊ നമ്മുടെ മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ വക്കീൽ പോലും 20 പുസ്തകമോ 25 പുസ്തകം കണ്ട് അരീക്കോട് സ്കൂളിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഷിനോജിന് കൃത്യമായിട്ട് നമ്പർ അറിയാം, പക്ഷേ എനിക്ക് തോന്നുന്നു 20ഓ 25ഓ കണ്ട് അവിടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്താണ്. അപ്പൊ ഈ കമ്പിളികണ്ടത്തെ കൽഭരണികളെ എന്നാ മലയാളക്കരയിലേക്ക് ഒരു സംഭവമാക്കി മാറ്റിയത് ബാബു എബ്രാഹമോ മാതൃഭൂമി ബുക്സോ ഒന്നും അല്ലെന്നേ. ഈ റീല് ചെയ്യുന്നവരെയോ ആസ്വാദനം റിവ്യൂ എഴുതുന്നവരെയോ ഒന്നും എനിക്ക് ആരെയും അറിയത്തില്ലല്ലോ. ഞാൻ ആർക്കും പൈസ കൊടുത്തൊരു കാര്യം ചെയ്തിട്ടില്ല. അത് പുസ്തകം നെഞ്ചിലേറ്റി പോയ കുറെ മനുഷ്യരാണ്. ഇതില് ഈ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന വഴികളില് ചിലപ്പോൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാനും ഒന്ന്, ഇപ്പൊ ഇതിനകത്ത് ഷഫീക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് മഞ്ചേരിയിൽ പോയി ആണ് പരിചയപ്പെടുന്നത്. അവരൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ പുസ്തകം ചർച്ച ചെയ്തവരാണ് മഞ്ചേരിയിലുള്ളവർ. അവര് ആ പുസ്തകത്തിന്റെ 1ാം പതിപ്പ് ആദ്യത്തെ ദിവസം തന്നെ പ്രകാശനത്തിന്റെ സമയത്ത് മൊത്തം വിറ്റ് തീർന്നു.
അതിനകത്ത് ഷിനോജ് പറഞ്ഞ പോലെ ഒരു 10-15% ആളുകളെ അത് വായിച്ചിട്ടുള്ളൂ. ഷിനോജ് വന്ന് മേടിച്ചോണ്ട് പോയവർ മാത്രമേ, പുസ്തകം മേടിച്ചോണ്ട് പോയവർ മാത്രമേ അന്ന് മഞ്ചേരിയിൽ പുങ്കുടി മനയിൽ വെച്ച് ഇത് വായിച്ചവരായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെന്നെ സ്വീകരിച്ചത് അവരുടെ വീട്ടിലെ ആൾക്കാരെ പോലെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. പുസ്തകത്തിൻ്റെ ഓരോ പതിപ്പ് ഒരു മൈൽ സ്റ്റോൺ താണ്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പിളികണ്ടത്തിലുള്ളവരെക്കാൾ കൂടുതൽ, എൻ്റെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ഏറ്റവും സന്തോഷിക്കുന്നത് മഞ്ചേരി കലയിലുള്ളവരാണ്. കാരണം അത് അവരുടെ പുസ്തകമായിട്ടാണ് അവർ കേൾക്കുന്നത്. കാരണം അവർ പറഞ്ഞു തന്നെ ഓരോ വ്യക്തിയും പറഞ്ഞ് ഇഷ്ടം. ഷിനോജിൻ്റെ പുസ്തകം 25 പേരാ വായിക്കുന്നെങ്കിൽ അത് ഓരോരുത്തരുടെയും പുസ്തകം ഇഷ്ടം പോലെ വായിച്ചിട്ടുണ്ട്. അത് കൊണ്ടാടപ്പെടുന്നത് ഇതിനകത്ത് വെറുപ്പിൻ്റെ സുവിശേഷമില്ലെന്നേ. നമ്മളിപ്പം മെത്രാച്ചൻ നന്നായിട്ട് പെരുമാറിയില്ല എന്നൊരു കാര്യം പറയുമ്പോഴും മെത്രാനോട് പ്രശ്നമൊന്നുമില്ല നമുക്ക്. പിന്നെ നമ്മളിത് പറയുന്നത് ഇന്നും മെത്രാസന മന്ദിരങ്ങളിൽ ഇതുണ്ടാവാം. കാരണം ഈ കമ്പിളികണ്ടത്തെ കൽഭരണികളുടെ 36 അധ്യായങ്ങളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. പലപ്പോഴും ആളുകൾ പറയും, വിമർശകർ പറയും, എന്നിട്ട് മാതൃഭൂമി ഓൺലൈനിൽ വന്നതല്ലല്ലോ ഇതെന്ന്. അത് വേറെയാ. ഇത് പബ്ലിക്കേഷന് കൊടുത്തു കഴിഞ്ഞ് ഞാൻ എഴുതിയതാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്ന കോളം. അത് തികച്ചും വ്യത്യസ്തമായൊരു ടെക്സ്റ്റാണ്. എനിക്ക് പിന്നീട് ഓർമ്മകൾ വന്നു, കൂടുതൽ ഓർമ്മകൾ വന്നു, അത് ചേർത്ത് എഴുതിയതാണ്. അത് പുസ്തകമാക്കാൻ ഒരു എഗ്രിമെന്റ് ഞാൻ എഴുതിയിരുന്നുവെങ്കിലും അത് ആവശ്യമില്ല, അത് ശരിയല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട്. കാരണം ഒരു ആവർത്തന വിരസത ആളുകൾക്ക് വരും. കാരണം വായനക്കാർ നമ്മൾ ക്ഷമ അവരുടെ പരീക്ഷിക്കരുത്, അത് മതി, അതിനുള്ളതേ ഉള്ളൂ. ഇത് ദാരിദ്ര്യത്തിന്റെ പ്രഘോഷണമൊന്നുമല്ല, അതിന്റെ കാനോനൈസേഷനുമല്ല, ദാരിദ്ര്യം അത്ര നല്ലതുമല്ല. കമ്പിളികണ്ടത്തെ കൽഭരണികളുടെ 1ാം ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യം, വിശപ്പ് എന്നൊരു വാക്ക് നമ്മൾ കണ്ടെത്തില്ല. കാരണം പിന്നെ എനിക്ക് വിശന്നിട്ടില്ല, മേരി ഭക്ഷണം തന്നിട്ടുണ്ട്. ഇപ്പൊ ഹേമ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ എംപവേർഡ് വുമനെ കുറിച്ച് അന്നേരത്തേനും അത് കട്ടായിപ്പോയി. എനിക്ക് തോന്നിയത് എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മൾ വലിയ മൂവ്മെന്റ് ഒക്കെ നടത്തി പറയും. പക്ഷെ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് എംപവേർഡ് ആയിട്ടുള്ളൊരു വുമണാണ്. ശരിയാണ് ആ അനാലിസിസ്. കാരണം നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? പ്രസവം എളുപ്പമായിരുന്നോ, കൂളായിട്ട് പോയി പ്രസവിച്ചോ എന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തുന്ന അരോചകമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് മേരിയുടെ പ്രസവത്തിന് ബന്ധമില്ല. പക്ഷേ അതേസമയം ഗർഭിണിയാണ് എന്നറിഞ്ഞ ആദ്യ മാസം മുതൽ കിടത്തിപ്പൊറപ്പിക്കാത്ത ആളുകളുമുണ്ട്. അത് ഹേമ പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുക ഇങ്ങനെ എല്ലാവരും ആയിത്തീരണം എന്ന് പറയാനെന്നുള്ള ഒരു സുവിശേഷമൊന്നുമല്ല. വീണാലും നമുക്ക് പിടഞ്ഞെണീക്കാൻ പറ്റുമെന്നും, വീണു പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കെങ്കിലും, അത് എത്ര നേരമെന്ന് നമുക്കറിയാത്ത അന്ധകാരത്തിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ ഇവിടെ എന്നാ മരിച്ചേക്കാം എന്ന് തോന്നുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു എഴുത്താണത്. പിന്നെ എനിക്ക് തോന്നുന്നത് മേരിയെക്കുറിച്ച് ഞാനൊരു നോവലായിരുന്നു എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് അവരെ അവതരിപ്പിക്കാനാവുമായിരുന്നില്ല. കാരണം ഇമാജിൻ ചെയ്ത് നമുക്ക് ഒരിക്കലും മേരിയെ ഇതുപോലെ ആക്കാൻ പറ്റില്ല. കാരണം ഇമാജിനേഷൻ, ദർ ഇസ് എൻ എൻഡ് ഓഫ് ഇമാജിനേഷൻ. അത് പറ്റത്തില്ല. യഥാർത്ഥത്തിൽ മേരിയായിട്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ലീഡിങ് ഫെമിനിസ്റ്റ് കേരളത്തിലെ ഒരു നല്ല റിവ്യൂ ഒക്കെ ചെയ്ത ആളാണ്. അവരെന്നോട് പറഞ്ഞത്, ഇല്ല, ഇത് മേരി എന്തുകൊണ്ടാണ് ഇത്ര ശക്തിയായ ഒരു സ്ത്രീയെ പിന്നീട് അയാളുടെ തല്ലുകൊണ്ട് കിടക്കേണ്ടി വന്ന്? അതിന് ഉത്തരം അവസാനം ഉണ്ടല്ലോ. ഈ പുസ്തകത്തിന്റെ അവസാനം അതിനുള്ള ഉത്തരം ഉണ്ടല്ലോ. അതേതാ? അപ്പനോട് അമ്മയ്ക്ക് തീവ്രമായ പ്രണയമായിരുന്നു. അത് ഈ പ്രണയം എനിക്ക് തോന്നുന്നത് ഈ ബാബു എബ്രാഹത്തിനോ അദ്ദേഹത്തിന്റെ 3 സഹോദരങ്ങൾക്കോ സഹോദരിമാർക്കോ അവരുടെ കിടപ്പറയിൽ എന്താണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്റിമസി എന്താണെന്ന് അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീക്ക് 12 വർഷം കഴിഞ്ഞ് തന്നെ അതുപോലെ പ്രമാണി സംഘത്തിന്റെയും സമൂഹ മേൽക്കോയ്മയുടെയും പൗരോഹിത്യാധിപത്യങ്ങൾക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയ ഭർത്താവിനോട് അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് അത് ബലഹീനതയല്ല, വളരെ ശക്തയായ ഒരു സ്ത്രീക്ക് മാത്രം കഴിയുന്നതാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തെറ്റുണ്ടാകാൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് മേരിക്ക് അറിയാമായിരുന്നു അപ്പന്റെ ബലഹീനതകൾ എന്താണെന്ന്, അപ്പന്റെ കോംപ്ലക്സുകൾ എന്താണെന്ന്. അത് ഞങ്ങൾക്ക് അദ്ദേഹം അപ്പനാണ്, അമ്മ പറഞ്ഞിട്ടുള്ള അപ്പത്വമേ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും
മേരിക്ക് അയാളുടെ പുരുഷനെ അറിയാമായിരുന്നു. അയാളുടെ വീക്ക് പോയിന്റ് എന്താണ്, അയാൾ എവിടെയാണ് കോംപ്ലക്സ് ഉണ്ടാകുന്നത്, ഇതെല്ലാം അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം, നമുക്കത് അറിയില്ലല്ലോ. എനിക്കറിയാത്തത് കൊണ്ട് ഞാനതൊന്നും എഴുതിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ഞാൻ കണ്ടത് മേരിക്ക് അപ്പനോട് തീവ്രമായ പ്രണയമായിരുന്നു, ഹേമ പറഞ്ഞതുപോലെ. അത് എൻ്റെ തോന്നല, ഞാനതൊന്നും അബ്സല്യൂട്ട് ട്രൂത്ത് ആയിട്ട് അവതരിപ്പിച്ചിട്ടില്ല, എൻ്റെ തോന്നൽ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മള് പലപ്പോഴും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഭർത്താക്കന്മാരെ അവസാനം വരുമ്പോ അവർക്ക് ആ ആളെ തള്ളി പറയാൻ പറ്റില്ല. എത്ര നമ്മളെ വേദനിപ്പിച്ചാലും അതാണ് സ്ത്രീയുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ച് ആ പുരുഷനിലേക്ക് തന്നെ തിരിച്ചു പോവുക എന്നുള്ളതാണ് ഭൂരിപക്ഷം ആയിട്ട് നമ്മൾ കാണുന്നത്. അത് സ്ത്രീയുടെ മനസ്സ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളതൊന്നും അടികൊള്ളാൻ ആർക്കും ഇഷ്ടമൊന്നും അല്ലല്ലോ. കുടിക്കുന്ന ഒരാളെ പിന്നെ സമൂഹം പുറന്തള്ളുന്ന ഒരാളെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ എങ്കിലും സ്ത്രീകൾക്ക് ആ ആളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പുസ്തകത്തിൽ പറഞ്ഞു വെച്ചത്, അറിഞ്ഞോ അറിയാതെയോ. മക്കൾ എന്നുള്ള രീതിയിൽ അറിയുന്നുണ്ടാവില്ലായിരിക്കാം. പിന്നെ ചിലപ്പോ ഒരു സെക്കൻഡ് ഡയമെൻഷൻ കാണുന്ന ഈ 3 പെൺകുട്ടികൾ പ്രായമായി വരുന്നു. അപ്പോൾ ആ പെൺകുട്ടികളെ മേരിക്ക് അപ്പോൾ കെട്ടിച്ചു വിടാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു പെണ്ണ് തന്നെ കെട്ടിച്ചു വിടുമ്പോൾ, മേരി എത്ര ചിന്തകളിൽ മോഡേൺ ആണെന്ന് പറഞ്ഞാലും സമൂഹം അവരുടെ മക്കളെ കാണുന്നത് എങ്ങനെയാണെന്ന് അവർക്കൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നിരിക്കാം. അത് കാൽക്കുലേറ്റഡ് ആണോ എന്നറിയില്ല, പക്ഷെ ഞാൻ ചിന്തിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ അവരുടെ മക്കളെ അവരുടെ നല്ല ജീവിതാന്തസ്സിലേക്ക് തിരഞ്ഞെടുത്ത് വിടാനായിട്ട് ആ കുട്ടികളുടെ അപ്പൻ അടുത്തുണ്ടാവുന്നതാണ് നല്ലത് എന്ന് തോന്നാനുള്ള ഒരു വീക്ഷണ വൈഭവവും മേരിക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സാറേ, ഈ പുസ്തകത്തിലെ പിന്നെ അപ്പൻ്റെ പിന്നീടുള്ള കാലം പറഞ്ഞിട്ടില്ല അല്ലേ? അതെ, അടുത്ത പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെ, അതിലൊരു കാര്യമുണ്ട്. ഇതിൽ ഒരുപാട് കഥാപാത്രങ്ങള് വന്ന് അങ്ങനെ തന്നെ മറിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ പലരുടെയും ഒരു കണ്ടിന്യൂറ്റി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാം അടുത്ത പുസ്തകത്തിൽ ഉണ്ടാവുമോ? കുറച്ചുപേരെങ്കിലും വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എഴുതിയ രീതിയിൽ എല്ലാ കണ്ടിന്യൂവേഷനും ഇല്ല. ഇപ്പൊ ഞാനിപ്പോ ഇച്ചിരി മുമ്പ് പ്രദീപ് സാർ പറഞ്ഞപ്പോൾ കുഞ്ഞാൻറ്റി ഒക്കെ എടുത്ത് പറഞ്ഞപ്പോൾ അപ്പോൾ ആളുകൾക്ക് കുഞ്ഞാൻറ്റി നന്നായി മാർക്ക് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാൻറ്റിയുടെ ഭാഗം ഞാൻ എഴുതിയിട്ടില്ല. ബാക്കി യഥാർത്ഥത്തിൽ ഞാനത് 2 പാരഗ്രാഫിലെങ്കിലും അവരെന്തായി തീർന്നു എന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇപ്പോഴും കന്യാസ്ത്രീ തന്നെയാണല്ലോ അല്ലേ? എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കർത്താവ് ഇറങ്ങിപ്പോയ അൾത്താരകളും അരമനകളും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ കർത്താവ് ഉൾക്കൊള്ളാത്ത കന്യാത്വം അതത്ര നല്ലതായിരിക്കില്ല. ഞാൻ ഈ പുസ്തകത്തിൻ്റെ സന്ദേശം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ പറയണമെങ്കിൽ ചീയാരം സെമിനാരിയിലെ ജോസച്ചൻ്റെ ഒരു വാക്യം ഉദ്ധരിക്കണം. ഒരു നല്ല മനുഷ്യനാകുന്നതാണ് ഏറ്റവും വലിയ ദൈവവിളി എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എനിക്ക് പുസ്തകത്തിൻ്റെ മൊത്തം സന്ദേശം അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു ഇത് വായിച്ചിട്ട്. അച്ഛൻ ഇപ്പൊ റോമിലുണ്ട്. അച്ഛൻ പുസ്തകം ഇറങ്ങുമ്പോൾ അമേരിക്കയിലായിരുന്നു. അച്ഛന് ഇപ്പൊ 71 വയസ്സുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ സെമിനാരിയിൽ നിന്നൊന്നും പോകുന്നവർ ഞങ്ങളെ കുറിച്ചൊന്നും ഒരു കാര്യം നല്ലത് പറഞ്ഞിട്ടില്ല. ഈ 50 വർഷത്തെ വൈദിക ജീവിതത്തിൽ ഒരു നല്ല കാര്യം പറഞ്ഞ നീയാണല്ലോടാ. ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛന് പ്രത്യേകം നല്ല കാര്യം പറഞ്ഞ് കോംപ്ലിമെന്റ് തന്നതല്ല, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എഴുതിയതാണ്. ശരിക്കും അതെ, ശരിക്കും നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ. എനിക്ക് അടുത്ത പുസ്തകത്തിലുള്ളതാണെങ്കിലും എനിക്കൊരു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പാരീസിൽ പഠിക്കുമ്പം എനിക്കൊരു റിസർച്ച് വർക്കിന്റെ ഭാഗമായിട്ട് ഈജിപ്തിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഞാനവിടെ താമസിക്കുന്നത്, എനിക്ക് അന്നേരം പൈസയൊന്നും ഒത്തിരി ഇല്ലല്ലോ, അപ്പോൾ ചിലവ് കുറഞ്ഞ് ജീവിക്കണം. അപ്പോൾ ഒരു മുസ്ലിം ഫാമിലിയിലാണ് താമസിക്കുന്നത്. അവരെനിക്കൊരു മുറി വാടകയ്ക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഫുഡും തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനവിടെ ചെന്ന് 4-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ അവരുടെ റംസാൻ ആരംഭിക്കും. ഈ റംസാൻ ആരംഭിച്ചാൽ ഞാൻ ഈ ഇന്റേൺഷിപ്പിന് പോകുന്ന കമ്പനിയിലും ഫുഡില്ല, പുറത്ത് കടകളിലും ഫുഡില്ല, പട്ടിണി ഇരിക്കണം. അല്ലെ പിന്നെ ക്രിസ്ത്യൻ ഏരിയയിലായിരിക്കും, കോപ്റ്റിക്കായിട്ടുള്ള ആളുകൾ താമസിക്കുന്നിടത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഒത്തിരി 1.5 മണിക്കൂർ മാറിയ. അപ്പം
ഇവര് 2 ദിവസം എന്നെ കണ്ടു. എന്നിട്ട് ഈ അമ്മച്ചിക്ക് ഫ്രഞ്ചോ ഇംഗ്ലീഷോ ഒന്നും അറിയില്ല, അറബിക്ക് മാത്രമേ സംസാരിക്കുള്ളൂ. അവരുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്നുണ്ട്. അവരുടെ മകൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് ഇച്ചിരി ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ആ കുട്ടിയാണ് ഇടയ്ക്കൊക്കെ തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ ഇവർ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടേതായ ഭാഷയിൽ പറഞ്ഞ് തർജ്ജമ ചെയ്യാൻ ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയാം, നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു. കാരണം 5 മണിക്ക് ഏറ്റവും അവർ ഭക്ഷണം കഴിക്കാം, 5:30 എനിക്ക് അന്നേരം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കഴിക്കാതെ വൈകുന്നേരം മാത്രം കഴിച്ച് നല്ല ചൂടുമുണ്ട്. അപ്പോൾ ആകെ ക്ഷീണിതനായി. അവസാനം അമ്മച്ചി പറയുക, നീ രാവിലെ കഴിക്കണ്ട, രാവിലെ ഞാൻ നിനക്ക് ബ്രേക്ക്, നീ മുസ്ലിം ഒന്നും അല്ലല്ലോ, നിനക്ക് റോമ്പൊന്നുമില്ല, നീ കഴിച്ചു, നിനക്കിത് ശീലമില്ലാത്ത. അപ്പോൾ അതെന്താ അത്? അവരൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണെന്നേ. അവർക്ക് അന്ന് ഒരു ഷെവ്രൊലയുടെ ഒരു കാറാണ് ഉണ്ടായിരുന്നു ആ വീട്ടുകാർക്ക്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ചുവന്ന നിറത്തിലുള്ളത്. അതിനകത്ത് AC ഒന്നുമില്ല. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും എന്നെ പള്ളിയിൽ എനിക്ക് പോകണം. അപ്പോൾ ഈ ഉമ്മായുടെ ഭർത്താവാണ്, അയാൾ എന്നെ കൊണ്ടുപോയിട്ട് ഈ കോപ്റ്റിക് കുർബാന എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ നീണ്ടു നിൽക്കും. അദ്ദേഹം ആ പള്ളിമുറ്റത്ത് ഒരു മരം പോലും ഇല്ല. ആ ചൂടത്ത് AC ഇല്ലാതെ ഈ കുർബാന കഴിയുന്നത് വരെയും ഈ മുസ്ലിം, ഈ റംസാൻ നോമ്പ് നോക്കുന്ന മനുഷ്യൻ എന്നെ കാത്തിരിക്കും. ഞാൻ അവരോട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ പറഞ്ഞത് ഇത് തന്നെയല്ലേ ജോസച്ചൻ? നമ്മളൊരു നല്ല മനുഷ്യനാകുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ അങ്ങനെ നല്ല കുറേ മനുഷ്യരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തിരിക്കുന്നതും കൂടുതൽ അതാണ്. നമുക്ക് മുറിവേൽപ്പിക്കുന്നവരൊക്കെ ഉണ്ടാവും, അവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് നമ്മളെ മുറിവേൽപ്പിക്കുന്നത്. ഈജിപ്തിലൊക്കെ എനിക്ക് ആരുണ്ടായിട്ടാണ് ഞാൻ അങ്ങനത്തെ മനുഷ്യരെ കണ്ടുമുട്ടുന്നത്. ഫ്രാൻസിലെ അമ്മ, കോളേത്ത്, തുളൂസ്, ബ്ലാത്താക്ക്, അവരെപ്പോഴും ഉണ്ടോ അവിടെ? ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, 90 വയസ്സുണ്ട്. കഴിഞ്ഞ മാസം ഒരു 10 ദിവസം കൂടെ പോയി താമസിച്ചിരുന്നു. അതൊക്കെ ഭയങ്കര ടച്ചിങ് ആണ് അതൊരു, അല്ലേ? ഇതില് മകളെ, അതായത് ബിന്ദുവിനെ ഒരു പൊട്ടത്തേങ്ങ എടുത്തതിന്റെ പേരിൽ അമ്മ ശിക്ഷിക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം അമ്മ കുറെ ദിവസങ്ങളോളം കുട്ടിയുടെ കൂടെ തന്നെ കിടക്കുകയും ചെയ്തു. ഇതുപോലെ കടുത്ത ശിക്ഷ മക്കൾക്ക് കൊടുക്കാറുണ്ടോ? എത്രമാത്രം അമ്മയുമായിട്ട് മകന് സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഉണ്ട് എന്നറിയാൻ ആഗ്രഹമുണ്ട്. കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ, എനിക്ക് 4 കുട്ടികളാണ്. ഇപ്പോൾ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പുസ്തകത്തിലുള്ളതാണ്. എൻ്റെ മൂത്ത മകൻ, ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ച് നാൾ താമസിച്ചിട്ട് മടങ്ങിപ്പോയപ്പോഴേക്കും അവിടെ ചെന്ന് ഈ പൊക്കിമോണിൻ്റെ പടങ്ങൾ കാണും. അപ്പോൾ അവന് ഭാഷ അറിയില്ല, ഫ്രഞ്ച് മറന്നുപോയി. അപ്പോൾ അത് കട്ടെടുത്തോണ്ട് വന്നൊരു ദിവസം. അന്ന് വീടിൻ്റെ 3-ാം നില തൊട്ട് താഴെ വരെ എൻ്റെ ഭാര്യ അവനെ അടിച്ചു. പിന്നീട് ആ കൊച്ചു ഒരു സാധനവും കട്ടെടുത്തിട്ടില്ല. അമ്മ ചെയ്ത പോലെ ക്രൂരമായിട്ടൊന്നും ചെയ്തില്ല. ഞാൻ ശിക്ഷകളൊക്കെ കൊടുക്കുന്ന ആളാണ്. അത് ശരിയല്ലെന്ന് ഷഫീഖ് മാസ്റ്റർ, സ്കൂളിലെ മാസ്റ്റർ, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ചൈൽഡ് ലൈനിനെ വിളിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ യഥാർത്ഥത്തില് ശിക്ഷ കൊടുക്കും. പക്ഷെ ഇപ്പൊ മൂത്ത പിള്ളേരൊക്കെ നമ്മളെക്കാളും വലുതായി. അപ്പൊ അവർക്കിട്ടൊക്കെ ഒരു അടി കൊടുക്കണേ പോലും നമ്മൾ കൊരണ്ടിയിട്ട് നിൽക്കണം. പക്ഷേ പുറം രാജ്യങ്ങളിൽ ഇപ്പോ കുട്ടികളെ ശിക്ഷിക്കുന്നതില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല, ശിക്ഷിക്കുന്നത് നമ്മളെ ഈ ശിക്ഷണത്തിനകത്തുള്ളവരെന്ന് പറഞ്ഞാൽ ചില പേരൻസ് ഈ പിള്ളേരെ ഉപദ്രവിച്ച് ഒരു സുഖോടെ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഒരു വശോടെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഈ കുട്ടികൾക്ക് എന്തിനാണ് ശിക്ഷ കൊടുക്കുന്നത്? അവർ തിരുത്തണമെന്ന് ആഗ്രഹിച്ചായിരിക്കണം. ഇപ്പൊ ഞാൻ ഇന്നലെ മാതൃഭൂമിയിൽ ചെന്നപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ മകൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അവൻ ഈ വീഡിയോ ഗെയിമൊക്കെ കഴിഞ്ഞ് മുറി അടച്ചിട്ട് അതിനകത്തിരിക്കും. ഞാൻ എൻ്റെ ഭാര്യയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവൾ പറഞ്ഞു അവൾ പച്ചക്കറി നട്ടപ്പോൾ പെൺപിള്ളേരും അവളും തന്നെയാണ് പണിയെടുത്ത്, അവനൊന്ന് ഇറങ്ങി വന്ന് പോലും ഇല്ല. ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ കടലല്ലേ, അവന് ഈ ചെറി ടേസ്റ്റുള്ള കൊക്കക്കോള ഇഷ്ടം, അതൊരു ക്യാനറ്റ് മേടിച്ചു കൊടുക്കണം. പിന്നെ അവന് എന്തോ ഒരു ഒച്ച കേട്ടല്ലോ. പിന്നെ അവന് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ചിപ്സ് അവന് ഇഷ്ടം, പൊട്ടറ്റോയുടെ. അപ്പൊ അത് ഒരെണ്ണം മേടിച്ചു കൊടുക്കും. അപ്പൊ അവള് പറഞ്ഞു, ഒന്നും ചെയ്യാത്ത അവൻ എന്ത് ചെയ്യണം? അവനൊന്ന് ഇറങ്ങി വന്ന് കൂടുതൽ ഭക്ഷണം പോലും കഴിക്കുന്നില്ല, ടീനേജ് ക്രൈസിസില. അപ്പൊ ഞാൻ അവളുടെ നിർബന്ധിച്ച്, അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ നിർബന്ധിച്ച് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് അത് മേടിച്ചുകൊണ്ട് അവന് കൊടുത്തു.
അവൻ പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്ക് ഇറങ്ങി വന്ന് അവരുടെ കൂട്ടത്തിൽ ബാഡ്മിന്റൺ കളിക്കാൻ തുടങ്ങി 2 മണിക്കൂർ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ശിക്ഷണ രീതികൾ കാലത്തിനനുസരിച്ച് മാറണം. മേരി എന്നാ കുഞ്ഞിന്റെ കൈ തല്ലി ഒടിച്ചതൊന്നും ശരിയായില്ല എന്ന് കരുതുന്ന ആളാണ്. അങ്ങനെ അത്രയും ക്രൂരമായിട്ട് ചെയ്യരുതായിരുന്നു എന്നൊക്കെ കരുതുന്നുണ്ട്. പക്ഷെ മേരിക്ക് മേരിയുടെ അഭിമാനം ഉണ്ടായിരുന്നു. മേരിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ എന്നോട് പറഞ്ഞു അതങ്ങ് ഒഴിവാക്കായിരുന്നു. കാരണം അത്രയും സബ്ലൈം ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ ബൗസാർ അവതരിപ്പിച്ചിട്ട് അമ്മയെ അങ്ങനെ ശിക്ഷിക്കുന്ന ക്രൂരയായ ഒരു സ്ത്രീയെ. ഞാൻ പറഞ്ഞു അവരെ ചെയ്താണല്ലോ. അമ്മേനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവിൽ എഴുതിയ പുസ്തകം അല്ലല്ലോ ഇത്. മേരി എന്തായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മേരി ഇത് ചെയ്താണല്ലോ. നമ്മള് ഇതുപോലെ സമാനമായ ഒരു സിറ്റുവേഷൻ പതർ പാഞ്ചാലി എന്ന് പറഞ്ഞ ഒരു പഴയ നോവലിലുണ്ട്. സർവജയ. അത് അവിടെയും ദാരിദ്ര്യമാണ്. ബംഗാളിൽ നടക്കുന്ന കഥയാണല്ലോ. അപ്പോ കുട്ടികൾ ആരോ എടുത്തുകൊണ്ട് വന്ന ഒരു തേങ്ങ, അടുത്ത വീട്ടിൽ വീണ ഒരു തേങ്ങ എടുത്തുകൊണ്ട് വന്നു. അത് പക്ഷെ അമ്മ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യണത്. അതില് നായകന്റെ അമ്മ വാങ്ങിച്ചു വെക്കുകയാണ് ചെയ്യണത്. അത് അറിഞ്ഞിട്ട് അടുത്ത വീട്ടുകാര് ചോദിക്കുമ്പോഴും അവര് അതിനെ പ്രതിരോധിക്കുക. ഇത് ഓർമ്മ വന്നു പെട്ടെന്ന് ഇത് വായിച്ചപ്പോ. അത് മേരി അത് സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. കാരണം ഞാന് ഈ SP കോളേജിൽ പഠിക്കുമ്പോഴാണേലും ഈ ലാലിയുടെ കല്യാണത്തിന് ഈ പൈസയായിട്ട് വരുമ്പോഴും അവര് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. അപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ്. തിരുമേനി തന്ന പൈസയെക്കുറിച്ച് അറിയാം, അച്ഛൻ വേറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊച്ചമ്മയുടെ വള പണയം വെച്ച് കൊണ്ടുവരുന്ന പൈസ അവസാനത്തെ 1.5 പവന് വേണ്ടിയിട്ടുള്ളത്. അത് പക്ഷെ അത് എവിടെ നിന്ന് വന്നു, ആര് തന്നു എന്നറിയാതെ അത് ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അത് ആ ബിന്ദു വാടത്തേങ്ങ എടുത്തോണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് എനിക്ക് 21 വയസ്സുള്ളപ്പോഴും അവരങ്ങനെ തന്നെയാണ്. അന്ന് താമസിച്ച അനാഥശാലയില് പിന്നെ പോവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ അന്ന് ഓപ്പൺ ആയിട്ട് കിടന്ന ആ സെപ്റ്റിക് ടാങ്ക് പിന്നീട് അത് മൂടിയോ? ആ സുഖുച്ചേട്ടൻ എന്തു പറ്റി എന്നൊക്കെ നമ്മളുടെ വായനക്കാരുടെ മനസ്സിൽ കുറെ ചോദ്യങ്ങളുണ്ട്. അത് സുചേട്ടന്റെ ഫോളോ അപ്പ് ചെയ്യും. മക്കളൊക്കെ അവിടെ താമസിക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം പോയി അവിടെ. പുസ്തകത്തിന്റെ എഡിറ്റിങ്ങിന്റെ സമയത്തൊന്ന് പോയി, അതിനുശേഷം പോയി. എനിക്ക് തോന്നുന്നത് പുസ്തകം ആകുന്നതിന് മുമ്പും പോയിരുന്നു 3 പ്രാവശ്യം പോയി. അപ്പോൾ സുചേട്ടൻ അവിടെ സെപ്റ്റിക് ടാങ്ക് ഇതൊന്നുമില്ല. ഇപ്പം നിയമങ്ങളൊക്കെ വന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് 22 കുട്ടികളെ ഉള്ളൂ അവിടെ. ആ സ്ഥാപനം നടത്തിയിരുന്ന സ്ത്രീ അക്കാലത്തെ അവിടുത്തെ ആ സഭയുടെ മെത്രാപ്പോലിത്തയുടെ ഒരു ചെറിയൊരു സഭയാണ്, അമ്മയായിരുന്നു. അതൊക്കെ ഞാൻ ഈയിടെ അറിയുന്നു. ദൈവകൃപയാൽ ഞാൻ പേരൊന്നും വെച്ചില്ല, ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ കേസൊക്കെ ആയിട്ട് നടക്കേണ്ട വന്നേ. പിന്നെ ഈ സുചേട്ടൻ മരിച്ചുപോയി. മക്കളും മക്കളുടെ മക്കളും ഒക്കെയാണ് ഇപ്പം. പിന്നെ ഇപ്പൊ 22 ഇപ്പൊ ആ സ്ഥാപനം ഉണ്ട്. സ്ഥാപനം പക്ഷേ അവരുടെ സഭയിൽ തന്നെ സിസ്റ്റേഴ്സാണ് നടത്തുന്നത്. അവർക്ക് തൃശ്ശൂർ ജില്ലയിലെ കുട്ടികളെ മാത്രമേ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവര് കംപ്ലീറ്റ്ലി അനാഥരായിട്ടുള്ളവരൊന്നും അല്ല. നല്ല രീതിയിലാണ് പുതിയ കെട്ടിടം പണിതു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വിങ്ങുകൾ, കിച്ചണൊക്കെ നല്ല ഹൈലി മോഡേൺ ആണ്. നല്ല സൗകര്യങ്ങളോട് കൂടിയാണ്. മംഗളം ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, 2 നോവലുകൾ കൊടുത്തത് തിരിച്ചു തന്നോ? പിന്നെ തിരിച്ചയച്ചു കിട്ടിയോ? ഞാൻ മറന്നു. അത് ശരിക്കും ഇപ്പൊ അത് നോക്കുമ്പോഴേ അന്ന് എഴുതിയതൊക്കെ ഒരു മനസ്സിലുണ്ട്. അത് വളരെ ചവറായിരുന്നു, പൈങ്കിളിയായിരുന്നു എഴുതിയത്. അത് കഴിഞ്ഞ ദിവസം ആരാണ്ട് എന്നോട് പറഞ്ഞു അതിനെ ഒന്ന് എടുത്ത് റീറൈറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കണം. ഇല്ല, അത് വളരെ ചവറായിരുന്നു. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഞാൻ എൻ്റെ എഴുത്ത് സ്വപ്നങ്ങളുമായിട്ട് അന്നേ തുടർന്നിരുന്നെങ്കിൽ ഞാൻ വലിയൊരു എഴുത്തുകാരനാകുമായിരുന്നു. അപ്പം എൻ്റെ ഭാര്യ ആശ പറയും, ഉവ്വ അന്നൊക്കെ വലിയ വലിയ എഴുത്തുകാരുണ്ട്, നിങ്ങൾ വല്ല അവശ്യ കലാകാരനുമായിട്ട് എവിടെയെങ്കിലും കിടന്ന് മരിച്ചേനെ. പിന്നെ ഈ ജീവിത അനുഭവങ്ങളുണ്ടല്ലോ, നമ്മൾ ജീവിച്ച് തീർക്കുന്ന ജീവിതത്തിലെ വഴികള് നമ്മളുടെ എഴുത്തിനെ കൃത്യമായി ക്രമീകരിക്കും. എങ്ങനെ ഇപ്പോൾ കുട്ടേട്ടൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഒരാളൊരു സൈഡിൽ ഇരുന്ന് വെച്ച് അവർ പറയും ഇന്ന കാര്യങ്ങൾ കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ബാബു വിട്ട്. അല്ല, ഞങ്ങൾ ഈ 5 പേരും എൻ്റെ ഭാര്യയും കൂടെ ഒന്നിച്ച് റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട്
ഓരോരുത്തർ 15 മിനിറ്റ് വെച്ച് ഉച്ചത്തിൽ വായിക്കുക. അന്നേരം ചിലപ്പോൾ വേണുമായിട്ട് പറയും, എന്ത് ചവറാടോ താൻ എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടേട്ടൻ ഇച്ചിരൂടെ സോഫ്റ്റ് ആണ്, പക്ഷെ കൃത്യം കാര്യം പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ എഴുതുമ്പോൾ പോലും ഇപ്പോൾ ഇത് ചവറാണ്, ആ ചവറ് വേണ്ട എന്ന് സ്വയം പറയും. അതാണ് അഷ്ടമൂർത്തി കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നീ അതൊരു ഒരാഴ്ചത്തിന് മാറ്റി വെച്ചിട്ട് നീ ആദ്യം മുതൽ വായിക്കുക, ഒരു 100 പേജ് നീ വെട്ടിക്കോളൂ. അപ്പം അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുണ്ടാവുന്ന ജീവിതാനുഭവങ്ങൾ തീഷ്ണമായത് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ എഴുത്ത് മാറും. കാരണം എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ പറയും, കുട്ടികൾ പുസ്തകം വായിക്കുന്നില്ല, പുതിയ ജനറേഷൻ വായിക്കുന്നില്ല, പഴയ പോലെ വായിക്കുന്നില്ല. ഇതൊരു വിമർശനമായിട്ടൊന്നും എടുക്കണ്ട, പക്ഷെ എൻ്റെ ഒരു തോന്നലാണ്. ശാസ്ത്രീയമായ ഒരു ബേസും അതിനില്ല. എങ്കിലും എനിക്ക് തോന്നിയിരിക്കുന്നത്, മുസ്തഫ എന്ന് പറയുന്നത്, എനിക്ക് ഈ കുക്കിംഗ് വളരെ ഇഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വെച്ചും പറഞ്ഞൊരു കാര്യമാണിത്. ഈ എഴുത്ത് ഇല്ല, വായനയില്ല, എഴുത്തുകളൊന്നും വായിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ദീനരോധനം മുഴക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കുക്കിംഗ് ഏറെ ഇഷ്ടമായ ഞാൻ പലപ്പോഴും യൂട്യൂബിലൊക്കെ കണ്ട് പുതിയ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുണ്ടാക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കഴിക്കാൻ വിളിക്കും. അപ്പം നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെ പേര് മുസ്തഫ എന്നാണെങ്കിൽ, അവനൊരു പ്രാക്ടീസിങ് മുസ്ലിം ആണെങ്കിൽ, നമ്മൾ ഒരു പോർക്ക് കൊണ്ടുള്ള ഒരു പുതിയ ഡിഷ് മെക്സിക്കൻ രീതിയിൽ ഞാൻ പുതിയത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നു, എൻ്റെ അഡാപ്റ്റേഷൻ. ഞാൻ ആ ഡിഷ് അവന് വിളമ്പി കൊടുക്കുക, അവനത് കഴിക്കുന്നില്ല. കുറ്റം ആരുടേതാണ്? അവൻ്റേതാണോ എൻ്റേതാണോ? ആളുകൾ കഴിക്കുന്ന ഡിഷസ് ആണ്. അഷ്ടമൂർത്തിയെ വിളിച്ച് ബീഫ് ഫ്രൈ ഉണ്ടാക്കി വെച്ചാൽ അയാൾ കഴിക്കുമോ? അപ്പൊ ഭക്ഷണത്തിന് വിരുന്നിന് വിളിക്കുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള വിഭവം കൊടുക്കുമ്പോൾ കൂടിയാണ് നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാവുക. ഇത്രയും സങ്കീർണമായ സാധനങ്ങളൊന്നും വഹിക്കാൻ ചിലപ്പോൾ ആളുകൾക്ക് പറ്റില്ലെന്നേ. ഇപ്പോഴത്തെ കാലത്തിന് വേണ്ടത് എഴുതണം എന്ന് കരുതി ചവർ എഴുതണമെന്നോ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷേ അഭിരുചികൾ അനുസരിച്ചായിരിക്കണം. കപ്പപ്പുഴുക്കും മീൻകറി ഉണ്ടാക്കിയെന്ന് വെച്ച് ഭക്ഷണത്തിന് വിളിക്കുന്ന ആൾക്ക് ആ പ്ലേറ്റ് നിറച്ച് മൊത്തത്തിൽ അങ്ങ് കോരിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മടുപ്പാ, കഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് വെള്ളം വേണം. രണ്ടാമത് എടുക്കട്ടെ. ഹലോ, ഇടയ്ക്ക് ബ്രേക്ക് ആയിട്ടുണ്ടോ? ബ്രേക്ക് ആയിട്ടുണ്ട്, കേൾക്കുന്നില്ല. കണക്ഷന് പ്രശ്നം ഉണ്ടാകും അല്ലേ പ്രത്യേകിച്ച്? അതെ, അപ്പം അദ്ദേഹം അത് മൈക്ക് മ്യൂട്ട് ആക്കി, ബ്രേക്ക് അതാണ്. ആയതല്ലേ, ഞാൻ പറഞ്ഞു തീർന്നില്ല, അടുത്ത ചോദ്യത്തിലേക്ക് പൊക്കോട്ടെ എന്ന് ഓർത്താ. ശരി. അതെ ഇപ്പോൾ കുറേ നേരമായിട്ട് ഡോക്ടർ CP ഷഫീഖ് ഉണ്ട്. ഇനി ഷഫീഖ് സംസാരിക്കട്ടെ. മൈക്ക് ഓഫാണ്, മൈക്ക് ഓൺ ചെയ്തിട്ട് ഹലോ, ഓക്കെ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഹായ് ബാബു, സിനോജ്, പ്രദീപ് സർ, ഹേമ മാഡം. ഈ പുസ്തകത്തില് ഞങ്ങളുടെ മഞ്ചേരിക്കാരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതാണ്. ഇതിന്റെ 1-ാം പതിപ്പ് മുഴുവൻ വിറ്റ് തീർന്നതിന്റെ ശേഷം 2-ാം പതിപ്പ് ഇറങ്ങിയതിന്റെ തൊട്ടുടനെ ഈ പുസ്തകത്തെ കുറിച്ചുള്ള ആദ്യത്തെ ചർച്ച സംഘടിപ്പിച്ചത് ഇവിടെ ബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ചേരിയിലായിരുന്നു. അന്ന് ബാബു എഴുതി ഒപ്പിട്ട് തന്ന പുസ്തകമാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അതിൽ എഴുതിയതാണ്, പ്രിയ സ്നേഹിത ഷഫീഖ്, എന്റെ ജീവിത കഥ നിങ്ങളുടേത് കൂടിയാണ്. എനിക്കിതില് ഞങ്ങള് കുറെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഈ ഓർമ്മക്കുറിപ്പുകളെ എപ്പോഴും ഒരു സാഹിത്യ മൂല്യമുള്ള കൃതിയാക്കി മാറ്റുന്നത് എന്റെ ഒരു വീക്ഷണത്തില് വായനക്കിടയിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നുകയാണ്, വെദർ ഇറ്റ് ഈസ് ഫിക്ഷൻ ഓർ ഇറ്റ്സ് എ റിയാലിറ്റി. ഇത് ഫിക്ഷൻ ആണോ അതോ ശരിക്കുമുള്ള കഥയാണോ എന്നുള്ള സംശയം നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നുമല്ലോ. ഒരു നോവൽ വായിക്കുന്ന സുഖത്തോടു കൂടി വായിച്ച് പോകുന്നുണ്ട്. എനിക്ക് ബാബുവിനോടുള്ള ചോദ്യം ഇതാണ്, നിങ്ങളിത് ഒരു ഓർമ്മക്കുറിപ്പായി എഴുതുന്നതിന്റെ മുമ്പ് എന്റെ ജീവിതം മുഴുവൻ ഒരു ഫിക്ഷനിലൂടെ എഴുതണമെന്ന ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും മനസ്സിൽ ഉണ്ടായിരുന്നോ? ഇല്ല ഷഫീഖ്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. ശരിക്കും അങ്ങനെ ജീവിതത്തെ കുറിച്ച് എഴുതണം എന്ന് തോന്നി അന്ന് ആശയ ഷൗട്ട് ചെയ്ത ദിവസമാണ് 2023 നവംബർ 27. അപ്പൊ ശരിക്കും എൻ്റെ രീതിയിൽ തന്നെ എഴുതാവുന്ന. അപ്പൊ പിന്നെ കുടുംബക്കാരൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആശ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇതൊരു നോവലാക്കി എഴുത്, അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു,
അന്നേരം അതിനകത്ത് ഒരു ഫിക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഇമാജിനേഷൻ വരും. എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു നോവൽ പോലെ എഴുതിയാൽ അതിനകത്ത് എനിക്ക് തോന്നുന്നത് അനുഭവത്തിൽ നിന്ന് നമുക്ക് നോവലുകൾ എഴുതാം. പക്ഷേ എനിക്ക് തോന്നിയത് എനിക്ക് തന്നെ വേണ്ട ഒരു ക്യൂർ തെറാപ്പിയാണ് ഞാൻ ഇതിൽ നടത്തിയത്. ഞാനത് ശരിക്കും മക്കൾക്ക് വേണ്ടി എഴുതിയെന്ന് പറഞ്ഞാലും ഞാൻ എനിക്ക് വേണ്ടി എഴുതിയൊരു പുസ്തകമായിരുന്നു. അപ്പം അത് നോവലാക്കി അതിനകത്ത് പൊടിപ്പും തൊങ്ങലും നിറവും ഭാഷയുടെ സമ്പന്നതയും ഒക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയിരുന്നെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല, സൗഖ്യവും കിട്ടില്ല. അപ്പോൾ ഈ എഴുത്ത് ഇല്ല, നോവലാക്കാൻ ആശ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം, എന്നാൽ പിന്നെ വീട്ടുകാർക്കൊക്കെ ഉള്ള പ്രശ്നം തീരുമല്ലോ. അങ്ങനെ എഴുതിയാൽ അത് ശരിയാവുമായിരുന്നില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേറൊരാളെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചു. പിന്നെ ഞാൻ തന്നെ ഒന്ന് തർജ്ജമ ചെയ്തു. അന്നേരം ഇത് രണ്ടും സുന്ദരമല്ല എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ അന്നേരം ഓർത്തു ഇതിനെ ഞാനൊരു ഫിക്ഷൻ ആക്കി ഡിക്ലെയർ ചെയ്തുകൊണ്ട് എഴുതാമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴും അതിന് ഭംഗിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഫൈനലി സത്യസന്ധമായിട്ട് നേരിട്ട് എഴുതാൻ തുടങ്ങി. ഒരു 4 ചാപ്റ്റർ എഴുതി പെൻഗ്വിൻ താല്പര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് തർജ്ജമയല്ല, നേരെ നമുക്ക് ആ ഓർമ്മകൾ എടുത്ത് ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ളതാണ്. ഈ ഫിക്ഷൻ തലത്തിലേക്ക് പോകുമ്പോഴേക്കും ഇതിനകത്തെല്ലാം നിറങ്ങൾ ചേരും. ചമയങ്ങൾ അണിയിച്ച് നമ്മൾ പുറത്തേക്ക് ഇറക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് അതന്നേരം ഒരു രസത്തിന് വായിക്കും. ഇപ്പം ഷഫീഖ് മാഷ് അത് വായിക്കുക ഒരു രസത്തിനല്ല. കാരണം ഷഫീഖ് മാഷ് അന്നേരം ചിലപ്പോൾ ഉമ്മായി ഓർക്കും, ഉപ്പായി ഓർക്കും, പണ്ട് സ്കൂളിൽ പഠിച്ച ചിലരെ ഓർക്കും, അന്ന് സ്കൂളിൽ പോയ ചില സാഹചര്യങ്ങളെ ഓർക്കും. എനിക്കിതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെ ആവണം. നോവലായാൽ അതുണ്ടാവില്ല. ഓക്കെ, അത് ഈ ചില എഴുത്തുകാർക്ക് അങ്ങനെയല്ല, നേരെ തിരിച്ചുള്ളൊരു ചിന്തയാണ് ഉണ്ടാവാറുള്ളത്. ഇത് ഫിക്ഷനായി എഴുതിയാൽ മാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ലോക സാഹിത്യത്തിലെ പല ഗ്രേറ്റ് ഫിക്ഷൻ ദേ ആർ ഓട്ടോബയോഗ്രഫിക്കൽ. പല ആളുകളുടെയും വലിയ ഗ്രേറ്റ് ഫിക്ഷൻ ഒക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. ഒരുപക്ഷെ അവർക്കുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ എഴുതിയത് കൊണ്ടാവാം, ബാബുവിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ആവാം. ഇത് രണ്ടും അങ്ങനെ ആയിരിക്കാം. അപ്പൊ എനിക്കൊരു സംശയം തോന്നിയാണ്, അങ്ങനെ എഴുതണമെന്ന് ഒരു ചിന്ത ഉണ്ടാവുമായിരുന്നോ. എന്തായാലും ഭാര്യ സജസ്റ്റ് ചെയ്തെന്നുള്ള ഒരു സംഭവം അതിന്റെ ഇടയിൽ കയറി വരുന്നുണ്ട്. ഉണ്ട്. അത് അതിനകത്തെ അടുത്ത വശത്തോടെ മാഷേ, ഞാന് മലയാളത്തിൽ ആദ്യമായി എഴുതി തീർത്ത ഒരു നോവൽ ഉണ്ട്. അത് പബ്ലിക്കേഷന് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ ഈ 2ാം ഭാഗം എഴുതി തീരൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ആ നോവൽ എഴുതിയിരിക്കുന്നത് ഓട്ടോബയോഗ്രഫിക്കലായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എഴുതുന്ന ഫിക്ഷനും ഓട്ടോബയോഗ്രഫിക്കലായിരിക്കും. ചിലപ്പോൾ അത് എൻ്റെ ഒരു എഴുത്ത് രീതി അങ്ങനെയാവാം. ഓക്കെ, ഫൈൻ. അതും പിന്നാലെ വരും അല്ലേ? ഇതില് ഇപ്പൊ ഈ എഴുതിയ രീതി വെച്ചിട്ട് നോക്കുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിന്ന് എഴുതിയിരിക്കുകയാണല്ലോ. ഇതില് കൃത്യമായിട്ട് ചിലപ്പോ കാലഗണന, അങ്ങനെ അതുപോലെ വ്യക്തികളുടെ പേര്, ഇതെല്ലാം ആ ഓർമ്മയിൽ നിന്ന് തന്നെയാണോ എഴുതിയത്, അതോ ആരോടെങ്കിലും ഒക്കെ ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, ആരോടും ചോദിച്ചിട്ടില്ല. ഇതിനകത്ത് എനിക്ക് ആകെ ഉള്ളൊരു കൺഫ്യൂഷൻ, അന്ന് ആ കല്ലാറുകുട്ടി ഡാമിൽ ചാടാനായിട്ട് പോയ രാത്രിയാണോ ആദ്യം സംഭവിച്ചത്, അതെയോ പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോകുന്നതാണോ ആദ്യം സംഭവിച്ചത്? അത് രണ്ടും കൃത്യം എനിക്കറിയില്ല. അപ്പം ഞാൻ ഓർത്തത് അത്രയും തൻ്റെ അടുത്തോടു കൂടി അന്ന് അമ്മ പറഞ്ഞ് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ, അത് പറയണമെങ്കിൽ ആ ഡാമിൽ ചാടാൻ പോയതായിരിക്കണം ആദ്യം സംഭവിച്ചത്. അത് രണ്ടും ആദ്യം ഏതാ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ മൂത്ത ജെസ്സിയോട് ചോദിച്ചു, ഇതിനകത്ത് ഏതാണ് നീ എഴുതിയേക്കുന്ന പോലെ തന്നെയാ ആദ്യം സംഭവിച്ചത്, ഈ പറഞ്ഞതുപോലെ നമ്മൾ മരിക്കാൻ പോയതാണ്. അതെനിക്ക് അറിവില്ലായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് പുള്ളിക്കാരിയോട് ചോദിച്ചത്. അല്ലാതെ ഞാൻ ആരെയും കൺസൾട്ട് ചെയ്തില്ല. പിന്നെ ഈ പേരുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു മോഡിഫിക്കേഷൻ ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ഹേർട്ട് ചെയ്തും ഇൻസൾട്ട് ചെയ്തിട്ടുമായിട്ടുള്ള ആളുകളുടെ ശരി പേര് വെച്ചിട്ടില്ല. ഞാനൊരു ചെറിയ വ്യത്യാസം ആ പേരിലിട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ അനാഥശാലയുടെ തലൈവി എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്മച്ചിന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഞാൻ തലൈവി എന്ന് അറിഞ്ഞുകൊണ്ടിട്ടതാണ്.
അവരുടെ ശരി പേര് മിസ്സിസ് ജെ ഡി മൂക്കൻ എന്നാണ്. അതെനിക്ക് അറിയത്തില്ലാതിരുന്നോണ്ടല്ല, ഞാൻ ആദ്യം എഴുതിയപ്പം അങ്ങനെ തന്നെയാണ്, ഫേസ്ബുക്കിൽ ഇട്ടതും അങ്ങനെയാണ്. പക്ഷേ ഞാൻ ഓർത്തു അവർക്ക് മക്കളുണ്ട്, അവരുടെ കൊച്ചുമക്കളുണ്ട്, അവർക്കൊക്കെ അതൊരു വേദനയാണ്. ഞാനായിട്ട് എന്തിനാണ് വേദന കൊടുക്കുന്നത്? അല്ലാതെ തന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ വേദനകളുണ്ടാവും. പിന്നെ ഇപ്പൊ ആ സിസ്റ്റർ എന്നെ കയറ്റി നിർത്തി അപമാനിച്ച സിസ്റ്റർ 7ാം ക്ലാസ്സിൽ വെച്ച്, സിസ്റ്ററിന്റെ ശരി പേരല്ല ഇട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇനിയിപ്പം ആ സിസ്റ്ററിന്റെ പേര് വെച്ചാല് അവിടെ പാറത്തോട് എന്ന് പറയുന്ന ആ സ്കൂളില് എന്നോട് ചേർന്ന് ഒരു മഠം മാത്രമേ ഉള്ളൂ. അപ്പോ അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വേറെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ശരി പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അതാരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് അങ്ങനെ ആളെ ഷെയിം ചെയ്യുന്നതല്ലോ. ഈ മെത്രാന്റെ പേര് പോലും ഞാൻ വെച്ചിട്ടില്ല. ഈ കോട്ടയത്ത് പല അരമനകളും ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഈ മെത്രാനാകണം എന്ന് നിർബന്ധവുമില്ല. കാരണം നമ്മൾ നെയിമിങ് ആൻഡ് ഷെയ്മിങ് എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ ഒരു ലക്ഷ്യമല്ല. എനിക്ക് തോന്നുന്നു ഈ ഓർമ്മ എഴുത്തുകളൊന്നും ആരോടും പകരം വീട്ടാനായിരിക്കരുത്. കാരണം ഗ്രഡ്ജ് ഫീലിങ്ങോട് കൂടി നമ്മൾ എഴുതിയാൽ വായനക്കാരിലേക്ക് അതങ്ങ് അറിയാതെ എത്തും. അതെ അതെ അതെ. അത് നേരത്തിന് അവർക്കൊരു സുഖം കിട്ടില്ല. ഈ വായിക്കുന്ന ആളുകൾ എന്തിനാ ഈ വെറുപ്പും വൈരാഗ്യവും ഒക്കെ എടുക്കുന്നത്? അതെ. ഇതില് സഭയെ കുറിച്ച് 1-2 സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. പക്ഷെ അതിലെ വ്യക്തികളെ പറ്റി മാത്രമാണ്. ഒരിടത്ത്, അതായത് സഹോദരി ജെസ്സി ജോലി ചെയ്യുന്നിടത്ത് പുറം ലോകം കാണാതെ അവൾ അകത്തിരുന്ന് തയ്ക്കുകയായിരുന്നു എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? അത് കൂടുതലൊന്ന് വ്യക്തമാക്കാം. കന്യാസ്ത്രീ മഠത്തിലെ കാര്യമാണ് പറയുന്നത്. അതെ അതെ. അപ്പൊ അവള് തയ്യൽ പഠിച്ചിട്ടുള്ള ആളായിരുന്നുകൊണ്ടും തയ്യൽ മെഷീനൊക്കെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ടും മഠത്തിലെ ഈ ഉടുപ്പുകളൊക്കെ വേറെ ഈ സിസ്റ്റേഴ്സ് തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് പുറത്ത് വേറൊരു മഠത്തിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇവരുടെ കോൺഗ്രിഗേഷനിലേക്ക് ഒരാൾ വന്നപ്പം അവരുടെ മൊത്തം 100ഓളം കന്യാസ്ത്രീകൾ അവരുടെ പല മഠങ്ങളിലായിട്ടുണ്ട്. അവരുടെ മുഴുവൻ ഉടുപ്പുകളും തുന്നുന്ന പുള്ളിക്കാരിയാണ്. അപ്പോ അവൾ ആ ലോകത്തിൽ ഇരുന്നാ ജീവിക്കുന്നത്, വേറൊന്നും അവൾ കാണുന്നില്ല. വിമർശനം എന്ന് പറയുന്നത് അവിടെ ഒരു ചീപ്പ് ലേബർ ഉണ്ട്. ചീപ്പ് ലേബർ ഉപയോഗിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. അപ്പൊ നമുക്ക് കൂലി കൊടുക്കാതെ പണിയെടുക്കാൻ കിട്ടുന്ന ആളുകളെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം കത്തോലിക്ക സഭയിലുണ്ട്. അത് നമ്മൾ പതുക്കെ പറഞ്ഞുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ കാര്യമില്ല, അതുണ്ടല്ലോ. കന്യാസ്ത്രീകൾക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യുന്നതിന് കൂലി കൊടുക്കുന്നുണ്ടോ? അത് ഇവിടെ നിന്നല്ല, വത്തിക്കാനിലും ഒക്കെ അങ്ങനെയാ. അതേപോലെ ഈ ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ച് എഴുതിയപ്പോൾ ഞാൻ ഓർത്തുപോയത്, ഞാൻ PGക്ക് പഠിച്ചത് ചങ്ങനാശ്ശേരി SBയിലാണ്. അപ്പോൾ എൻ്റെ സഹപാഠി, അദ്ദേഹം പിന്നീട് ആലുവ UC കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. അദ്ദേഹം ആ SB കോളേജിൽ PDC മുതൽ PG വരെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ കഥകളുമായി ഇതിന് ഒരു ഒട്ടേറെ സാമ്യമുണ്ട് താങ്കൾ എഴുതിയിട്ടുള്ളതിന്. അത് ഈ അന്ന് അവിടുത്തെ ജീവിത രീതി അങ്ങനെയായിരുന്നു. എന്നെ ആ ഹോസ്റ്റൽ വാർഡൻ പിന്നീട് വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം സഭയിൽ നിന്നൊക്കെ പോയി മറ്റൊരു സഭയിൽ ചേർന്നു, 2-3 പ്രാവശ്യമൊക്കെ കല്യാണം കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനല്ല എൻ്റെ ഉത്തരവാദി, അന്നത്തെ മെത്രാനായിരുന്നു, അന്നത്തെ പ്രിൻസിപ്പാളായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കുഴപ്പമില്ലെന്ന്. പക്ഷേ യഥാർത്ഥത്തില് പുസ്തകം ഹിറ്റായപ്പോഴേക്കും ഒത്തിരി പേർക്ക് വേദന ഉണ്ടായി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. കുഴപ്പമില്ലെന്നേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സബ് കോൺഷ്യസ് ഫ്ലോ ഓഫ് തിങ്സ്. ഉദ്ദേശം എന്ന് പറയുന്ന അയാൾ ഒരു ക്രൂരനായിരുന്നു, അയാൾ ശരിയല്ലായിരുന്നു എന്ന് സ്ഥാപിക്കാനല്ലല്ലോ. നമ്മൾ ബാനർ അടിക്കോ ഫ്ലെക്സ് ഒട്ടിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ എഴുതിയിരിക്കുന്നത് നാളെ ഒരു ബാബു ഉണ്ടാകാം, ഇങ്ങനെ ഒരു ഹോസ്റ്റലിൽ ചെല്ലാം. ഈ പറയുന്ന രീതിയിലുള്ള ചൂഷണവും അധിക്ഷേപവും ഒക്കെ ഇപ്പോഴത്തെ ഹോസ്റ്റലുകളിലും നടക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ബാബുവിനെ പോലെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവരൊക്കെ അങ്ങ് മരിക്കുക. അതുപോലെ അക്കാലത്തെ അല്ല, ഇപ്പോഴും മലയോര ജീവിതത്തിൻ്റെ ഒത്തിരി ചിത്രങ്ങൾ അതിനകത്തുണ്ട്. ഈ വെള്ളുകപ്പ, കുടുമി, ചെണ്ടൻ കപ്പ, പിന്നെന്താണത്, പെരിങ്ങലത്തിൻ്റെ ഇല. ചിലതൊന്നും മനസ്സിലായിട്ടില്ല. കാര്യം അവർക്ക് മാത്രം അവിടെ ജീവിതവുമായി പരിചയമുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില വാക്കുകളുണ്ട്. കുടുമി എന്ന് വെച്ചാൽ എന്താണ്? ഹലോ, അദ്ദേഹത്തിന്റെ മൈക്ക് മ്യൂട്ട് ആയി പോയി. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഈ കുടുമി എന്ന് പറഞ്ഞാല് നമ്മൾ നെല്ല് കുത്താൻ പോയല്ലേ, അപ്പൊ ഒരു ചാക്കിന്റെ
ജൂട്ടിന്റെ ചാക്കിന്റെ ഒരു 3/4 ഭാഗം നിറച്ച് ഒരു 2 പറയോ 3 പറയോ ഇട്ടാ നമ്മൾ പോവുക. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആ കെട്ടില്ലേ, അരി അടിയിലിടും. എന്നിട്ട് ആ കെട്ടിന്റെ മുകളിൽ നമ്മള് തവിടിടും. ആ ഭാഗമാണ് കുടുമി. ഇനി പെരിങ്ങലത്തിന്റെ ഇല എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ യൂറോപ്പിലൊക്കെ പോകുമ്പോഴാ കക്കൂസി പോകുമ്പോൾ പേപ്പർ ഉപയോഗിക്കുന്നത്. അതിലൊക്കെ സോഫ്റ്റ് സാധനമായി പെരിങ്ങലത്തിന്റെ ഇല. അന്നേ കാലത്ത് ഈ കുഞ്ഞു കുട്ടികളെ ഒന്നും അവര് എന്നാ കക്കൂസിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും തന്നെ 6 മാസം 8 മാസം 1 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ കഴുകുകയില്ല ഓരോ പോകുന്ന സമയത്ത്. എന്നിട്ട് ഈ പെരിങ്ങലത്തിന്റെ ഇലയാണ് നല്ല സോഫ്റ്റാ. അത് ഈ വട്ടയുടെ ഇല പോലെ തന്നെ ഇരിക്കും, പക്ഷേ ചെറിയ കുഞ്ഞ് സസ്യങ്ങളാ. അത് ഒരു ചെറിയ പൂട പോലെ അതിലുണ്ട്. അത് നല്ല സോഫ്റ്റാ. ശരിക്കും എന്തെല്ലാം നല്ല വിദ്യകളാ ഇവിടെ ഉണ്ടായിരുന്നു. വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമായിരുന്നല്ലോ. അല്ല, വെള്ളത്തിന്റെ ക്ഷാമം ശരിക്കും ഹൈറേഞ്ചിൽ ഇല്ലെന്നേ. ഈ കൊച്ചുങ്ങളെ നമ്മൾ എപ്പോഴും കഴുകണ്ടെന്നേ. തുടച്ചാൽ മതി. അത് നല്ല സോഫ്റ്റ് ആയിട്ടാ. അതേപോലെ നാടൻ ഫെനിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, കശുമാങ്ങ കൊട്ടോടി. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ മാത്രമല്ല, തിരുവിതാംകൂറിലും ഉണ്ട്. ഞാൻ ഈ അപ്പനെ കുറിച്ച് നിങ്ങൾ ഇച്ചിരി മുമ്പ് ചോദിച്ചപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണെന്നറിയോ, അമ്മയ്ക്ക് ചിലപ്പോൾ ആ ഒരു വീക്ഷണം ഉണ്ടായിരിക്കും. അപ്പന്റെ കൂട്ടത്തിൽ അപ്പൻ കോട്ടയത്തെ പുന്നത്തറയിലാണ് ജനിച്ചത്. അപ്പൻ 9 വയസ്സുള്ളപ്പോഴാണ് കുടിയേറുന്നത്. അപ്പൊ അപ്പന്റെ തറവാട് വിറ്റ് ഫാമിലിയിലെ ഒരു സ്ത്രീ 84 വയസ്സുള്ള ഒരാള് എന്നെ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. എനിക്ക് തോന്നുന്നു അവര് ലൈനോമിറ്റി ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഹെഡ് മിസ്ട്രസ് ആയിട്ട് നാട്ടിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പം അമേരിക്കയിൽ മക്കളുടെ കൂട്ടത്തിലാണ്, കുറെ വർഷങ്ങളായി. ഇപ്പം ഈ അമ്മച്ചി എന്നോട് പറയാ, എൻ്റെ കൊച്ചിൻ്റെ മോനല്ലേ നീ എന്ന്. എനിക്ക് ഉണ്ടാകാതെ പോയ മകൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇരിക്കട്ടെ, നമുക്കൊരു സന്തോഷം. അമ്മയില്ലല്ലോ, അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യത്തിൽ. അപ്പോൾ ആ മകൻ അവൻ പുള്ളിക്കാരൻ്റെ അപ്പനോടും ഒക്കെ കുടിയേറി 8-9 വയസ്സുള്ളപ്പോഴാണ് കുടിയേറുന്നത് ഹൈറേഞ്ചിലേക്ക്. അവര് ഈ തെരുവ് പുല്ലും വാറ്റി കശുമാങ്ങായും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള കൊട്ടോടിയൊക്കെ ഉണ്ടാക്കി 9 വയസ്സ് തൊട്ട് കൊട്ടോടി കുടിച്ച് വളർന്ന ആളായി അപ്പൻ. 9 വയസ്സ് തൊട്ട് മദ്യപിക്കാൻ തുടങ്ങി. അതായത് ഹോട്ട് ആൽക്കഹോൾ 40-50% ഉള്ളതാണല്ലോ ഈ കൊട്ടോടി എന്ന് പറയുന്നത്. വിസ്കിയിലും ഒക്കെ സ്ട്രോങ്ങാ. അപ്പൊ ഈ സാധനം കഴിച്ചു വളരുന്ന കൊച്ച് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് നോർമലാണ്. വിധിക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇന്ന് നമ്മള് അയാൾ ഇങ്ങനെ ഒരു 9 വയസ്സ് തൊട്ട് മദ്യപിക്കുന്ന അല്ലെ മയക്കുമരുന്ന് അടിക്കുന്ന കൊച്ച് മോശക്കാരനായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ആ കൊച്ചിനെ തല്ലിക്കൊല്ലും? ഇല്ലല്ലോ. ആ കുട്ടി ചെന്നുപെട്ട സാഹചര്യങ്ങളുടേതാണെന്ന് പറയാൻ നമുക്ക് ഇന്ന് വിവേകമുണ്ട്. ഈ എന്റെ അപ്പനും അങ്ങനെ ചെന്നുപെട്ടതല്ലേ. ഈ മനുഷ്യരുടെ മനസ്സ് ഇത്രയും അടുത്ത് പരിചയപ്പെട്ടത് കൊണ്ടായിരിക്കും ഈ സൈക്കോളജി എടുത്തത്. ഈ സൈക്കോളജി എടുത്തപ്പം എൻ്റെ അമ്മ, ഞാനിതെടുത്ത് സൈക്കോളജി എടുത്തത് സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായില്ലേ ഞാൻ പോകുന്നത്. ഞാൻ ജാമ്യയിൽ 4 വിഷയങ്ങൾക്ക് എൻട്രൻസ് എഴുതിയിരുന്നു. പക്ഷെ സൈക്കോളജി എടുത്തത് ഞാൻ 97 എൻ്റെ പ്രിലിംസിന് എടുത്ത വിഷയം സൈക്കോളജി ആയിരുന്നു. അപ്പോൾ മെയിൻസിൻ്റെ 2 മെയിൻ സബ്ജക്റ്റുകളിൽ ഒന്ന് സൈക്കോളജിയും ഒന്ന് ഇംഗ്ലീഷും ആയിരുന്നു. അപ്പം ഞാൻ പഠിച്ച വിഷയത്തിൽ വലിയ വർക്കൊന്നും ഇല്ലാതെ വിജയിച്ച് കയറാലോ. അതിൻ്റെ പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇന്ന പ്രശ്നമുണ്ട് സാറ്, ഈ പുസ്തകം എഴുതിയതുപോലെയൊക്കെ ആണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാമോ, ഞാൻ പൗണ്ടിൽ പൈസ അയക്കാം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നവരുണ്ട്. താങ്കളുടെ പുസ്തകത്തെക്കുറിച്ച് മഞ്ചേരിയിൽ ചർച്ച നടന്നതിന് ശേഷം നമ്മൾ അകാലത്തിൽ വിട്ടുപോയ പ്രിയപ്പെട്ട രാമേന്ദ്രൻ വക്കീൽ താങ്കളോടൊപ്പം കുറച്ച് ദിവസം കൂടെ ചെലവഴിക്കണം, അങ്ങോട്ട് വരണം എന്നൊക്കെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു അല്ലേ ഷിനോജെ? അതെ, തീർച്ചയായും. എന്തായാലും താങ്കളുടെ അടുത്ത പുസ്തകം സ്ത്രീയെ ഇതാ നിന്റെ മകൻ വായിച്ചു കഴിഞ്ഞ ശേഷം ഇതേപോലെ ഒരു വേദിയിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യണം എന്നാഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതും ചർച്ച ചെയ്യപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അമ്പളികണ്ഠൻ ചർച്ച ചെയ്യപ്പെടുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടു. വക്കീലും ഷിനോജും
അതെ. കലയിലെ കൂട്ടുകാരും ഒക്കെ കൂടി അതിനിറങ്ങി തിരിച്ചു. കഴിഞ്ഞ വർഷം മെയ് മാസം 1-ാം തീയതിയാണ് പൂങ്കുടിയിൽ മനയിൽ ചർച്ച ചെയ്തത്. അതിപ്പം 100 കണക്കിന് ചർച്ചകൾ നടന്നു. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അംഗീകാരം. എനിക്കത് മറക്കാൻ പറ്റില്ല. അവരവരുടെ പുസ്തകമാക്കി അതിനെ എടുത്തു. കലയിലുള്ളവരുടെ പുസ്തകമാണ്. ഇനി അടുത്ത പുസ്തകം അവർ ഏറ്റെടുത്തോളും തന്നെ എനിക്ക് തോന്നുന്നു. നമുക്ക് കമ്പളിക്കണ്ടത്തിന്റെ 100ാമത്തെ ഇത് എഡിഷൻ പിന്നെ മഞ്ചേരി തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് ഓക്കെ എന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിരുന്ന ഈ അനുസരിച്ച് പുസ്തകം ഇവർ ആദ്യം എന്നോട് പറഞ്ഞത് ജൂലൈ 2nd വീക്കില് അടുത്ത പുസ്തകം ഇറങ്ങുമ്പോൾ 100ാം പതിപ്പ് എന്നാണ്. അപ്പൊ പുസ്തകത്തിനൊരു ജാതകവും നാടും ഒക്കെ ഉള്ളത് കൊണ്ട് അത് കോട്ടയത്ത് തന്നെ ആകണം എന്നാണ്. പക്ഷെ ഇന്നലെ അവരെന്നോട് പറഞ്ഞു, ജൂലൈ വരെ പോവുകയല്ലോ 100ാം പതിപ്പിന് എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു, അപ്പൊ 100ാം പതിപ്പ് നമുക്ക് സ്പെഷ്യൽ എഡിഷൻ മഞ്ചേരിയില് കലയിൽ വെച്ച് തന്നെ, പൂങ്കുടിയിൽ മനയിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം അല്ലേ ഷിനോജ? അതെ, തീർച്ചയായും സന്തോഷം. ഈ പുസ്തകം ആദ്യം വായിക്കുമ്പോൾ തൊട്ട് എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഉത്തരം പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് ഇത് എഴുതാൻ കാരണം 2023 നവംബർ മാസത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴാണ്. വ്യക്തിപരമല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് പറയാമോ? ഒന്ന്. രണ്ടാമത്, ഈ ജീവിതത്തിൽ ഉടനീളം ഭാഗ്യത്തിന്റെ എന്ന് നമ്മൾ പറയാവുന്ന ഇടപെടലുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ ട്രീറ്റ്മെന്റിന് പണം ഇല്ലാതിരിക്കുമ്പോൾ സ്കോളർഷിപ്പായിട്ട് 2 ലക്ഷം രൂപ കിട്ടുന്നത് അടക്കം. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ വ്യക്തികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന അങ്ങനെയുള്ള പല ഇടപെടലുകളും ഇതിലുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്തായിരുന്നു ആ പ്രശ്നം എന്നുള്ളത് ഞാനത് ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല. അതാണ് അടുത്ത പുസ്തകത്തിന്റെ ജിസ്റ്റ്. അപ്പൊ സർപ്രൈസ് ഞാൻ കളയുന്നില്ല. അപ്പൊ വായിക്കാനുള്ള ക്യൂരിയോസിറ്റി പോകും. ഞാൻ ഈ കമ്പളികണ്ട എഴുതിയ പോലെ തന്നെയാ, ഒന്നും മറച്ചു വെക്കുന്നില്ല. വെള്ളമടിച്ച് വഴക്കുണ്ടാക്കി കൈക്കുഞ്ഞിനെ എടുത്തോണ്ട് ഓടുന്ന ഒരു ബാബുവിനെ നിങ്ങൾ അടുത്ത പുസ്തകത്തിൽ കാണും. ഏത്? ഭാര്യ ഓടി പുറകെ വരുന്നത്. അപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നാണമൊന്നും തോന്നിയല്ലേ അത് പറയുമ്പോ? അങ്ങനെ ഞാനത് മറച്ചു വെച്ച് എഴുതിയാൽ അത് ഞാനല്ലല്ലോ. എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. നാണക്കേട്. അത് ഇയാൾ ഇങ്ങനത്തെ മനുഷ്യനാണോ? ആണെന്ന് ഞാൻ എഴുതുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ജീവിതമൊന്നുമല്ല. ഞാൻ എഴുതുന്ന എല്ലാ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും എല്ലാം പറ്റിയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം. എല്ലാ സ്വാഭാവികമായ മനുഷ്യനിലും ഉണ്ടാകുന്ന എല്ലാ കുറവുകളെക്കുറിച്ചും, എല്ലാ കുറവുകളും എനിക്കുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ തുറന്നു പറയും. പിന്നെ ആ ജിസ്റ്റ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ ഇപ്പം ഹേമ ഇപ്പൊ ചോദിച്ച അവസാനത്തെ ഭാഗം എന്തായിരുന്നു? അത് ഭാഗ്യത്തിന്റെ ഇടപെടല് ജീവിതത്തിലുടനീളം, അത് വ്യക്തികളായിട്ടും സംഭവങ്ങളായിട്ടും. ഭാഗ്യം എന്ന് ഞാൻ അതിനെ വിളിക്കില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്. ഈ നമ്മള് അങ്ങനെയുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഈ ഷിനോജ് എനിക്ക് ആദ്യത്തെ മെസ്സേജ് വിടുന്നത് 2023 നവംബർ 29-നാണ്. മെസ്സഞ്ചർ എടുത്ത് നോക്കണം കേട്ടോടാ. തീർച്ചയായും ഓർമ്മയുണ്ട്. അത് ഞാൻ ആദ്യത്തെ പോസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം. അത് അങ്ങനെ ഈ വക്കീലിനെ ഒന്നും എനിക്ക് പരിചയമില്ലല്ലോ. ഈ പറയുന്ന ഷഫീഖ് മാസ്റ്ററിനെ ഒന്നും പരിചയമില്ലല്ലോ. അദ്ദേഹത്തിന്റെ കവിത എന്നാ പേരില്ല, മറവിയുടെ താക്കോൽ. അതിന് എനിക്ക് അന്നൊക്കെ അത് ഏത് പേജിലാന്ന് വരെ അറിയായിരുന്നു ആ കവിത. ഇപ്പൊ 1 വർഷത്തിൽ കൂടുതലായി, അന്നേരം അറിയത്തില്ല. അത് ഈ മനുഷ്യരെല്ലാം നമ്മളെ ചേർത്ത് പിടിച്ചത്, നമ്മളിൽ നിന്ന് യാതൊരു നേട്ടമില്ല. ഞാൻ വരുമ്പോൾ ഷാമ്പു ഒന്നും കൊടുക്കുന്ന ആൾക്കാരല്ലേ ഇവര്. ഞാനൊരു സാധനം ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അവരെല്ലാം വെറുതെ സ്നേഹിക്കുന്ന ആൾക്കാരാ, ഒന്നും പ്രതീക്ഷിക്കാതെ. എന്നോട് ഷഫീഖ് ഇന്നേ വരെ എന്റെ പുസ്തകത്തെ കുറിച്ച് റിവ്യൂ ഇടുമെന്ന് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അവരാരും എന്നെ സ്നേഹിക്കുന്നത്. എന്റെ പുസ്തകം ഹിറ്റായിട്ടും അല്ല ഇവരാരും എന്നെ സ്നേഹിക്കുന്നത്. എന്റെ പുസ്തകം 1-ാം പതിപ്പ് മാത്രം വന്ന് 2-ാം പതിപ്പിന്റെ ആദ്യത്തെ 40 കോപ്പിയോ മറ്റ് വിറ്റത് അവരുടെ അടുത്താണ്. അല്ലാതെ അവർക്ക് അത് പൈസ കൊടുത്തവർ മേടിച്ച
അവരാരും എന്നെ സ്നേഹിക്കുന്ന എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഈ ഭാഗ്യം എന്നൊന്നും ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് മീറ്റിംഗ് ദി റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി റൈറ്റ് ടൈം, അതേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ഈശ്വരനിൽ വിശ്വാസമുണ്ട്. അത് പണ്ട് 9.5 വയസ്സുള്ള സുബൈദ പറഞ്ഞതുപോലെ, ആ സുബൈദയ്ക്ക് 9.5 വയസ്സുള്ള പ്രായമാണ് എൻ്റെ ഇളയ മോൾക്ക്. അവൾക്ക് 9.5 വയസ്സാണ്. അപ്പൊ അവൾക്ക് അള്ളാഹ്ക്ക് അറിയാമല്ലോ എന്ന് പറയാൻ പറ്റുന്നതാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത്. എല്ലാം അള്ളാഹ്ക്ക് അറിയാമല്ലോ എന്ന് അവൾ പറയുന്ന അവളുടെ ഈശ്വരനെ കുറിച്ചാണ്. അവൾ ഈശ്വരനെ വിളിക്കുന്ന അങ്ങനെയാണെന്നേ ഉള്ളൂ. അങ്ങനെ കുറേ മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് വീണുപോയവർക്ക് ഒരു തുണയായി ആരെങ്കിലുമൊക്കെ വരും. ഞാൻ എപ്പോഴും എന്തും ചെയ്യുന്നത്, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. എനിക്ക് ഇങ്ങനെ മത പൗരോഹിത്യ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും, അതിനോടൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും എനിക്കൊരു പള്ളിയിൽ പോയി വളരെ ശാന്തമായിട്ടിരിക്കും. എനിക്ക് പക്ഷേ കോട്ടയ്ക്കിൽ പോയി അവിടെ യത്തീംഖാനയിൽ ചെന്ന് അവിടുത്തെ മോസ്കിൽ വളരെ ക്ലിയർ ആയിട്ടിരുന്ന് എനിക്ക് ക്രിസ്തുവിനെ കാണാം. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് അവരുടെ മിനാറയിൽ മുകളിൽ കയറി എനിക്ക് കുറച്ച് നേരം ഇരിക്കണം എന്ന് പറഞ്ഞു. അവർ മോസ്ക് എനിക്ക് തുറന്നു തന്നു. ഇതിനിടയ്ക്ക് ഞാൻ പെരുമ്പിലാവിലാണെന്ന് തോന്നുന്നു, പ്രാവശ്യം മഞ്ചേരിയിൽ നിന്ന് പോരുന്ന സമയത്ത് ഒരു നല്ല മോസ്ക്, ഞാൻ വണ്ടി ഓടിച്ചിരുന്ന കുട്ടിയോട് പറഞ്ഞു അവിടെ ഒന്ന് നിർത്തൂ, കാരണം നല്ല ബ്യൂട്ടിഫുൾ അത്. അപ്പോൾ അവിടെ എനിക്കൊന്ന് കയറണം. അപ്പോൾ എനിക്ക് ഉറപ്പില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു മുസ്ലിം പള്ളിയിൽ കയറുന്ന, അബുദാബിയിലൊക്കെ വിസിറ്റിന് കയറുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു താടിയൊക്കെ നീണ്ടൊരു അപ്പച്ചൻ നിൽപ്പുണ്ട്. ഞാൻ ഒരു വെള്ളിയാഴ്ച അത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഞാൻ മുസ്ലിം അല്ല, എനിക്ക് മോസ്കിനകത്തൊന്ന് കയറാം. ഇവിടെ മനുഷ്യരായാൽ മതി, എല്ലാവർക്കും കയറാം. അപ്പോൾ അങ്ങനെയുള്ള ഈ മനുഷ്യരുണ്ടല്ലോ, ഇത് അവർക്ക് ഈ മതം ജാതി ഇതൊന്നും ഇല്ലെന്നേ. നമ്മൾ ഒരു ഈശ്വര സങ്കല്പത്തിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങളല്ലേ കൂടുതൽ. ഞാൻ കാണുന്നത്, ഞാനിപ്പം സ്ത്രീയെ ഇതാ നിന്റെ മകൻ എഴുതിയാലും കമ്പിളികണ്ഠം എഴുതിയാലും എന്തെഴുതിയാലും ഐ വിൽ ബി ഓൾവേസ് കണക്റ്റഡ് വിത്ത് മൈ ക്രിയേറ്റർ. ഐ ജസ്റ്റ് വാണ്ട് ടു. കാരണം ഉറവയിലേക്ക് കണക്ട് ചെയ്യാതെ ഓസിൽ വെള്ളം ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ താഴെ മലയുടെ അടിവാരത്തിലിരുന്ന് വീട്ടിലേക്ക് വെള്ളം വരാൻ അത് വാ കൊണ്ടൊന്ന് വലിച്ചു വിടണം, അന്നേരം അതിങ്ങ് വന്നോളും. പക്ഷെ ഓസ് ഉറവയിലെ വെള്ളത്തിലേക്ക് ഇടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം വരില്ലല്ലോ. അതുകൊണ്ട് ഇത് ഭാഗ്യം എന്നതിനേക്കാൾ ഉപരി ഞാനതിനെ ഒരു ഈശ്വരാനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതിനെ നമുക്ക് എങ്ങനെ വേണേലും വിളിക്കാം. ഈ പറഞ്ഞ പോലെ കൃഷ്ണൻ എന്നോ ശിവൻ എന്നോ സരസ്വതി എന്നോ അള്ളാ എന്നോ ക്രിസ്തു എന്നോ അതൊക്കെ ഇഷ്ടം പോലെ വിളിച്ചോളൂ, അവനവൻ്റെ ഇഷ്ടമല്ലേ. നമ്മുടെ ബുദ്ധിയുടെ ലിമിറ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. ഇനി ചർച്ചയിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണം. നമ്മളിപ്പോൾ ചർച്ച ആരംഭിച്ചിട്ട് ഇപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞു അല്ലേ എമ്മ? അതെ. വളരെ സുദീർഘമായി പ്രിയപ്പെട്ട ബാബു എബ്രഹാം സംസാരിച്ചു. പുസ്തകത്തെ വിലയിരുത്തിയ ശ്രീ ഷിനോജ്, ചർച്ചയിൽ പങ്കെടുത്ത ഷഫീഖ്, ധാരാളം പേർ വന്നും പോയും ഈ പരിപാടി കേട്ടു. ഇതിൻ്റെ ശബ്ദലേഖനം മീഡിയ വ്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതലുണ്ടാവും. കൂടുതൽ താഴെ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്യാം. നമ്മളതിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. ഇനി അടുത്ത് വരുന്ന പുസ്തകത്തെക്കുറിച്ച് കൂടി അദ്ദേഹം സംസാരിച്ചു. അതിലുള്ള സന്തോഷം കൂടെ ഞാൻ രേഖപ്പെടുത്തട്ടെ ഈ അവസരത്തിൽ. ഇത് അഷ്ടമൂർത്തിയുടെ ഒരു മുൻകുറിപ്പുണ്ടല്ലോ, അതില് പറയുന്നുണ്ട് എന്താണ് തെറ്റ്, ഏതാണ് ശരി. ഈ പുസ്തകത്തിലുടനീളം ചോദ്യം ഉയരുന്നുണ്ട്. തിന്മയും നന്മയും നേർക്കുനേർ വരുന്നുണ്ട്. കുറ്റവും ശിക്ഷയും കൈകോർക്കുന്നുണ്ട്. ഇരുട്ടും വെളിച്ചവും ഇടകലരുന്നുണ്ട്. പകലും രാത്രിയും മാറി മാറി വരുന്നുണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അപ്പോ ഇതിന് ഒരു സന്ദേശം, ഓരോ പുസ്തകത്തിനും ഒരു സന്ദേശം നൽകാൻ ഉണ്ടാകണം എന്ന് ഇതും അദ്ദേഹം പറയുന്നതാണ്. എന്നത് ഇന്ന് കാലഹരണപ്പെട്ട ശാഠ്യമാണ്. അതേസമയം ജീവിത വിജയം നേടാനുള്ള കുറുക്കുവഴികൾ നിർദ്ദേശിക്കുന്ന പുസ്തകങ്ങൾ ധാരാളം കടയിൽ ലഭ്യമാണ്. പക്ഷെ ഈ ഒരു പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. തികച്ചും പ്രതികൂലമായ ചുറ്റുപാടുകളിൽ വളർന്ന നിർധനനും നിരാലംബനുമായ ഒരു ബാലന് ജീവിത പടവുകൾ കയറാനായത് നിരന്തര ഉത്സാഹത്തോടൊപ്പം ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ചതുകൊണ്ടാണ്. അമ്മയുടെ വാക്കനുസരിച്ച് കരപിടിച്ചപ്പോൾ ബാബു തന്റെ പിൻഗാമികൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിട്ട ചങ്ങാടമാണ് ഈ ഓർമ്മ പുസ്തകം.
അത് അമ്മ പ്രത്യേകം പറയുന്നുണ്ടല്ലോ. അതായത് നിനക്ക് മുങ്ങി താഴേണ്ടി വരുമ്പോഴും നീ അത് കിട്ടുന്ന പിടിവള്ളിയിൽ പിടിക്കണം. ആ പിടിവള്ളി അവസാനം ഇനി വരുന്നവർക്കായിട്ട് നീ ഇട്ടുകൊടുക്കണം എന്നുകൂടി ഉപദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാർത്ഥകമായിട്ടുള്ള ജീവിതം ജീവിച്ച ഒരു വ്യക്തിയുടെ രചനയാണ് നമ്മളിപ്പോ വായിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമുക്ക് ഈ പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അപ്പം പുസ്തകലോകം പരമ്പരയുടെ 9ാം ഭാഗമാണിത്. കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ ഓർമ്മക്കുറിപ്പുകൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇതിൽ പങ്കെടുത്ത ഗ്രന്ഥകർത്താവ് ബാബു എബ്രഹാം, ഷിനോജ് മഞ്ചേരി, എല്ലാവർക്കും, ഷഫീഖ് മാഷ്, ഇത് കേട്ട ധാരാളം പേർ ഉണ്ട്. കേട്ട എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് അടുത്ത അധ്യായം, അതായത് 10ാം അധ്യായം ആർ രാജശ്രീയുടെ നിന്റെ കഥ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. അത് പതിവുപോലെ അടുത്ത ശനിയാഴ്ച രാത്രി 7 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, മംഗളങ്ങൾ. നന്ദി. താങ്ക് യു. ഒത്തിരി നന്ദി. താങ്ക് യു പ്രദീപ് സർ. താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഒരിക്കൽ കൂടി.